بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ദമ്മാമിലെ ഇസ്ലാഹി പ്രവർത്തകർ രക്ഷിതാക്കൾക്കു വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പഠന സെഷനിലാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മക്കൾ എല്ലാ കാലത്തും രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ചിന്താ വിഷയങ്ങളിലൊന്നായിരുന്നു. നാം സ്നേഹിക്കുകയും ലാളിക്കുകയും സ്വന്തത്തേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും പരിചരിക്കുകയുമെല്ലാം ചെയ്ത് നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ വളർന്നു വലുതാകുമ്പോൾ ഏത് രീതിയിലാണ് ആയിത്തീരുക എന്ന ആശങ്കയും അവരുടെ ഭാവിയെ സംബന്ധിച്ച കിനാവുകളുമെല്ലാം ഓരോ രക്ഷിതാവിൻ്റെയും രക്തത്തിലുണ്ട്. നമ്മുടെ പുതിയ കാലത്ത് ആ വിചാരങ്ങൾ കൂടുതൽ കനപ്പെട്ട് വരികയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. പട്ടാപ്പകൽ ഒരു ചെറുപ്പക്കാരനെ നടുറോട്ടിലിട്ട് അടിച്ചടിച്ച് കൊല്ലുവാൻ മനസ്സാക്ഷിക്കുത്തില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്ന നമ്മുടെ നാട്ടിൽ അത്തരമൊരു തലമുറ എന്തുകൊണ്ട് വളർന്നു വരുന്നു എന്ന് ഓരോ രക്ഷിതാവിനും ആലോചിക്കുവാൻ കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, നിഷ്കളങ്കമായ മനസ്സുമായിട്ടാണ്. എന്നാൽ അവനെ പിന്നീട് ജൂതനോ ക്രിസ്ത്യാനിയോ അഗ്നിയാരാധകനോ എല്ലാമാക്കി മാറ്റുന്നത് അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ സാഹചര്യങ്ങളുമാണ് എന്ന് പഠിപ്പിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആലോചിക്കുമ്പോൾ പട്ടാപ്പകൽ നടുറോട്ടിൽ വെച്ച് ഒരു മനുഷ്യനെ അടിച്ചടിച്ച് കൊല്ലുവാൻ ധാർഷ്ട്യം കാണിച്ച ചെറുപ്പക്കാരും ഏതോ ഒരു ദിവസം ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിഷ്കളങ്കമായ നിർമ്മലമായ മനസ്സുമായി ശുദ്ധപ്രകൃതിയിൽ ജനിച്ചു വീണവരായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ മുഖവിലക്കെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളിന്ന് വലിയ കൊള്ളക്കാരും കള്ളന്മാരും ബലാത്സംഗക്കാരും കവർച്ചക്കാരും കൊലപാതകികളും അഴിമതിക്കാരും കരിഞ്ചന്തക്കാരും എല്ലാമായി മനസ്സിലാക്കുന്ന ആളുകൾ, അവരെല്ലാവരും ഒരു ദിവസം നമ്മളെ എല്ലാവരെയും പോലെ ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ വളരെ നിഷ്കളങ്കവും നിർമ്മലവുമായൊരു മനസ്സുമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണ്.
പിന്നെ എന്തുകൊണ്ട് അവരിങ്ങനെയെല്ലാമായി മാറി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ജൂതനോ ക്രിസ്ത്യാനിയോ അഗ്നിയാരാധകനോ എല്ലാമാക്കി മാറ്റുന്നത് അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ സാഹചര്യങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മാതാപിതാക്കളും സാഹചര്യങ്ങളും തന്നെയാണ് അവനെ കൊള്ളക്കാരനും കള്ളക്കാരനും കള്ളനും കൊലപാതകിയും ബലാത്സംഗക്കാരനും അഴിമതിക്കാരനും കരിഞ്ചന്തക്കാരനും എല്ലാമാക്കി മാറ്റുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പാരൻറ്റിങ് വലിയൊരു വിഷയമായി മാറുന്നത്. പടച്ച തമ്പുരാൻ നമ്മെ സൂക്ഷിപ്പ് മുതൽ പോലെ ഏൽപ്പിച്ച വിസ്മയങ്ങളാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് നന്മ മാത്രമുള്ളൊരു മനസ്സുമായിട്ടാണ്. ആ നന്മ മാത്രമുള്ള മനസ്സുമായി പാൽപുഞ്ചിരിയുമായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന നമ്മുടെ മക്കൾ, അവർ വളർന്ന് എന്തൊക്കെയോ ആയിത്തീരുന്നുവെങ്കിൽ, അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവർ ലോകത്തിന് തന്നെ തലവേദനയായി മാറുന്നുവെങ്കിൽ, അത്തരമൊരു പരിണാമത്തിൽ ചെറിയൊരു പങ്കെങ്കിലും മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും മക്കളെ വളർത്തുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണമെന്നും അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ കണ്ണുണ്ടാകണമെന്നും അവർ നന്മയുടെ മാർഗത്തിൽ തന്നെ മുന്നേറുന്നു എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിയണം എന്നും സത്യവിശ്വാസികളോട് എപ്പോഴും ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകം വല്ലാത്തൊരു ലോകമാണ്. സ്വാർത്ഥതയുടെ മൂർധന്യാവസ്ഥയിലേക്ക് കയറിപ്പോകുന്ന നമ്മുടെ ലോകം സ്വന്തം മക്കളെപ്പോലും സ്നേഹിക്കുവാൻ കഴിയാത്തൊരു ലോകമായി തീരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കേരളത്തിൽ നിന്നടക്കം സ്വന്തം ഉമ്മയുടെ പീഡനങ്ങളേറ്റ് ആശുപത്രിയിലായ മക്കളെക്കുറിച്ച് നമുക്ക് വായിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കാട്ടിലുപേക്ഷിച്ച് റോഡ് വക്കിലുപേക്ഷിച്ച് കടന്നുകളയുന്ന സ്ത്രീകളെക്കുറിച്ച് നമുക്ക് വായിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. സ്വന്തം മക്കളെ ഭാരമായി കണ്ട് അവരെ ഏതെങ്കിലും അമ്മത്തൊട്ടിലുകളിൽ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. സ്വന്തത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും മക്കളെപ്പോലും ഒരു ഭാരമായി മനസ്സിലാക്കുകയും മക്കളില്ലാതിരിക്കുകയാണ് പരമാവധി നല്ലത് എന്ന് വിചാരിക്കുകയും അങ്ങനെ മക്കളുണ്ടായാൽ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കണം, സമയം ചെലവഴിക്കണം, ആരോഗ്യം ചെലവഴിക്കണം, അതെല്ലാം വ്യക്തിപരമായി എനിക്ക് നഷ്ടമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന മുദ്രാവാക്യം ഉണ്ടാവുകയും മക്കളുടെ എണ്ണം പരമാവധി കുറക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്ന സമവാക്യം നിർമ്മിക്കപ്പെടുകയും അത് സമൂഹം പൊതുവിൽ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇവിടെ ഇസ്ലാം വ്യത്യസ്തമായാണ് നമ്മളോട് സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നവരും കൂടുതൽ പ്രസവിക്കുന്നവരുമായ സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നാണ്. കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ അവർക്കുണ്ടാകുന്ന സന്താന പെരുപ്പത്തിൻ്റെ ഫലമായി എൻ്റെ സമുദായത്തിൻ്റെ അംഗസംഖ്യ കാണിച്ച് എനിക്ക് പരലോകത്ത് പെരുമ നടിക്കുവാൻ കഴിയും, അഭിമാനിക്കുവാൻ കഴിയും എന്നുപോലും പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങൾ പരമാവധി മക്കൾ ഉണ്ടാകാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ദാമ്പത്യത്തിൽ പരമാവധി സന്താനങ്ങൾ ഉണ്ടാകണമെന്നാണ് ഒരു മുസ്ലിം ആഗ്രഹിക്കേണ്ടത്. ആ രീതിയിലാണ് അവൻ്റെ ആസൂത്രണങ്ങൾ അവൻ നിർവഹിക്കേണ്ടത്. അതല്ലാതെ മക്കളെ ശാപമായും ഭാരമായും എല്ലാം കണ്ട് മക്കളുടെ എണ്ണം പരമാവധി കുറക്കുക എന്നതാകരുത് ഒരു മുസ്ലിമിൻ്റെ നയവും നിലപാടും എന്നുപോലും പഠിപ്പിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം മക്കളുണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും മക്കളുണ്ടാകുന്നതിനെ വലിയൊരു നന്മയും അനുഗ്രഹവുമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ മക്കൾക്കു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഊർജത്തിനും സമയത്തിനുമെല്ലാം അള്ളാഹു വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 2 വർഷം മുലയൂട്ടാൻ കഴിയുന്നവരെല്ലാം കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണമെന്നും അത് അള്ളാഹു വലിയ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് എന്നും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന് തന്നെ വളരെ സ്പഷ്ടമാണ്. നമ്മുടെ കാലത്ത് പക്ഷേ ഈ പറഞ്ഞ സ്വാർത്ഥതയുടെ ഫലമായി സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്നത് പോലും സ്വന്തം സൗന്ദര്യത്തെ നശിപ്പിക്കുമെന്ന് വിചാരിക്കുകയും മുലപ്പാലിന് പകരം ഏതെങ്കിലും തരത്തിലുള്ള ബേബി ഫുഡുകൾ കുഞ്ഞിന് നൽകി സംതൃപ്തി അടയുകയും ചെയ്യുന്ന മാതാക്കളാണ്
വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രസവവും മുലയൂട്ടലുമെല്ലാം സ്വന്തം സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും ക്ഷയിപ്പിച്ച് കളയും എന്ന് വിചാരിക്കുന്ന സ്ത്രീകൾ. പക്ഷേ ആധുനിക ശാസ്ത്രം ഈ രംഗത്ത് പങ്കുവെക്കുന്ന അറിവുകൾ നമ്മുടെ കണ്ണുകൾ യഥാർത്ഥത്തിൽ തുറപ്പിക്കേണ്ടവയാണ്. മുലപ്പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, പടച്ചതമ്പുരാൻ അതിലൊരുക്കി വെച്ചിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം. കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും സമീകൃതമായി നൽകുന്ന, കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് അത്യാവശ്യമായ, പുറത്തുനിന്ന് രോഗാണുക്കൾക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത, കുഞ്ഞിൻ്റെ മാനസികവും ശാരീരികവുമായ സംതൃപ്തി ഉറപ്പുവരുത്തുന്ന ദൈവികമായ ദാനമാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാൽ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതിനപ്പുറത്ത് വളരെ കൗതുകകരമായ കുറേ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാതാവിൻ്റെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും ഈ ഹോർമോണിൻ്റെ ഫലമായി മാതാവിന് കുഞ്ഞിനോടുള്ള സ്നേഹം മനസ്സിൽ നിറഞ്ഞു കവിയുമെന്നും, അപ്പോൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്തൊരു വൈകാരികമായ ബന്ധം മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞുമായി മാതാവിനുണ്ടായിത്തീരുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അവിടെ അവസാനിക്കുന്നില്ല അത്ഭുതം. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ മുലപ്പാലിലൂടെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഓക്സിറ്റോസിൻ എന്ന സ്നേഹ ഹോർമോൺ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്തുന്നതോടുകൂടി മാതാവും കുഞ്ഞും തമ്മിൽ രസതന്ത്രപരമായി തന്നെ ഒരു ബന്ധമുണ്ടാവുകയും രണ്ടുപേരും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തിന് പുതിയ ഭാവങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ആധുനിക സയൻസ് നൽകുന്ന, ആധുനിക വിജ്ഞാനീയങ്ങൾ നൽകുന്ന വളരെ അത്ഭുതകരമായ ഒരു അറിവാണ്. നമ്മുടെ കുഞ്ഞിന് നമ്മോട് സ്നേഹം വർദ്ധിക്കുവാൻ ആവശ്യമായ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് മുലപ്പാലിലൂടെ കടന്നു ചെല്ലുന്നു എന്ന അറിവ്. അവിടെയും തീരുന്നില്ല അത്ഭുതം. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു, ആ കുഞ്ഞിനെ നമ്മൾ മുലയൂട്ടുന്നു, അതിനുശേഷം മറ്റൊരു കുഞ്ഞുണ്ടാകുന്നു. ഈ രണ്ടാമത്തെ കുഞ്ഞിനെ നമ്മൾ മുലയൂട്ടുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് മുലപ്പാലിലൂടെ ഓക്സിറ്റോസിൻ കടന്നു ചെല്ലുന്നു. ആ കുഞ്ഞിനും നമ്മളോട് സ്നേഹമുണ്ടാകുന്നു. ഈ രണ്ട് കുഞ്ഞുങ്ങളും തമ്മിൽ അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ ഒരേ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കടന്നു ചെന്ന ഓക്സിറ്റോസിൻ ഹോർമോൺ ഉള്ളതുകൊണ്ട് ഒരു തരം ബോണ്ടിങ് ഉണ്ടാകുന്നു, പരസ്പരം സ്നേഹമുണ്ടാകുന്നു. അവർക്ക് പരസ്പരം സാഹോദര്യം അനുഭവപ്പെടുന്നു. ഇവൻ എൻ്റെ സഹോദരനാണ്, ഞാൻ അവനെ സ്നേഹിക്കേണ്ടതുണ്ട് എന്ന ബോധം ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി തന്നെ രണ്ടുപേരുടെയും മനസ്സിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 5ഉം 6ഉം 7ഉമെല്ലാം മക്കളുള്ള കുടുംബത്തിൽ അവരുടെ എല്ലാം ശരീരത്തിലേക്ക് ഒരേ ഉമ്മയുടെ മുലപ്പാൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കെല്ലാം ഒരേ ഉമ്മയുടെ ഓക്സിറ്റോസിൻ ഹോർമോൺ പകർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ മക്കൾ തമ്മിൽ പോലും നമ്മൾ വിചാരിക്കാത്ത ഒരു സാഹോദര്യ ബന്ധം രസതന്ത്രപരമായി തന്നെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് അള്ളാഹു മുലപ്പാലിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്നർത്ഥം. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും വളർത്തുവാനും ആവശ്യമായ എന്തൊക്കെ അത്ഭുതങ്ങളാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് കുഞ്ഞിനെ വളർത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലംഭാവം കൊണ്ട് മാത്രം ആ കുഞ്ഞ് വഴി തെറ്റിപ്പോകരുത് എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനം അവരുടെ തലച്ചോറാണ്. കുഞ്ഞുങ്ങളുടെ തലച്ചോർ വളരുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയുടെ 90% നടക്കുന്നത് ആദ്യത്തെ 3 വയസ്സിനിടക്കാണ്. ഒരു കുഞ്ഞുണ്ടായി 3 വർഷം തികയുന്നതിനിടക്കാണ് അവൻ്റെ തലച്ചോറിൻ്റെ വളർച്ച ഏതാണ്ട് പൂർണ്ണമായി നടക്കുന്നത്. 3 വയസ്സിനും 12 വയസ്സിനുമിടക്ക് തലച്ചോറിൽ നിന്ന് അല്പം കൂടി വളർച്ചയുണ്ടാകും. 12 വയസ്സാകുന്നതോടുകൂടി തലച്ചോറിൻ്റെ വളർച്ച ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലക്കും. നമ്മുടെ തലച്ചോറിലാണ് നാം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത്. തലച്ചോറിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സിനാപ്സ് എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനം രൂപപ്പെടുന്നത് മുഴുവൻ ആദ്യത്തെ 3 വയസ്സ് കാലത്താണ്. 3 വയസ്സിനും 12 വയസ്സിനും ഇടക്ക് കുറച്ച് സിനാപ്സുകൾ കൂടി രൂപപ്പെടും. ഇതിൽ നിന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിനകത്തേക്ക് അവൻ്റെ ആദ്യത്തെ 3 വയസ്സിനിടക്ക് പ്രവേശിക്കുന്ന വിവരങ്ങൾ എന്താണോ ആ വിവരങ്ങളാണ് അവൻ്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത്. 3 വയസ്സിനും 12 വയസ്സിനും ഇടക്ക് തലച്ചോറിലേക്ക് കയറുന്ന വിവരങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. 12 വയസ്സിന് ശേഷം തലച്ചോറിനുള്ളിലേക്ക് കയറുന്ന വിവരങ്ങൾക്ക് കാര്യമായൊന്നും കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുവാൻ കഴിയില്ല.
ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 3 വയസ്സ് കാലമാണ് ഒരു കുഞ്ഞ് ഭാവിയിൽ ആരായി തീരണമെന്ന് അടിസ്ഥാനപരമായി നിർണയിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആദ്യത്തെ 3 വയസ്സിനുള്ളിലാണ്. ആ 3 വയസ്സിനുള്ളിൽ കുഞ്ഞ് എന്തെല്ലാം കേൾക്കുന്നു, കുഞ്ഞ് എന്തെല്ലാം കാണുന്നു, കുഞ്ഞ് എന്തെല്ലാം സ്പർശിക്കുന്നു, അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്തെല്ലാം അറിവുകൾ അവൻ്റെ തലച്ചോറിലെത്തുന്നു, അതാണ് അവൻ അല്ലെങ്കിൽ അവൾ ഭാവിയിൽ ആരായിത്തീരണം എന്ന വസ്തുത തീരുമാനിക്കുന്നത്. ഇതുകൊണ്ടാണ് ശൈശവത്തിൽ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ ആദ്യത്തെ 3 വയസ്സ് കാലത്തിനുള്ളിൽ കുഞ്ഞ് എന്ത് കേൾക്കുന്നു എന്നും എന്ത് കാണുന്നു എന്നും എന്തെല്ലാം ശ്രദ്ധിക്കുന്നു എന്നും തീരുമാനിക്കുന്നിടത്ത് അതീവ ജാഗ്രത നമുക്ക് വേണം എന്ന് പ്രത്യേകമായി പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവൻ്റെ ശൈശവത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ നല്ലൊരു ശതമാനവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് മീഡിയക്ക് മുന്നിലാണ്. പ്രത്യേകിച്ചും ടെലിവിഷന് മുന്നിൽ. പ്രവാസി കുടുംബങ്ങളിൽ പലപ്പോഴും പുരുഷന്മാർ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ടൈം പാസ് തന്നെ ടെലിവിഷൻ കാണലായതുകൊണ്ട് തൻ്റെ കൈക്കുഞ്ഞിനെ മടിയിലിരുത്തി ഈ സമയത്ത് മുഴുവൻ കുഞ്ഞും ടെലിവിഷൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീനഗ്നതയും വയലൻസും സെക്സും ക്രൈമും എല്ലാം ചെറിയ കുഞ്ഞ് കണ്ണു തുറന്നു വെച്ച് കാത് കൂർപ്പിച്ച് വെച്ച് അവൻ്റെ തലച്ചോറിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുക ചെറിയ കുഞ്ഞല്ലേ എന്നും അവനിതൊന്നും മനസ്സിലാവുകയില്ല എന്നും അവന് ഇതൊന്നും മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ല എന്നുമാണ്. യഥാർത്ഥത്തിൽ അത് ഭീകരമായൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് ആധുനിക പാരന്റിംഗ് സയൻസുമായി ബന്ധപ്പെട്ടവർ മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ആ പ്രായത്തിലാണ് കുഞ്ഞ് ഏറ്റവും ആർത്തിയോടുകൂടി വിവരങ്ങൾ തലച്ചോറിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രായത്തിൽ അവൻ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ദൃശ്യങ്ങളെല്ലാം തന്നെ അവൻ്റെ മനസ്സിൽ പ്രവേശിക്കുകയും തലച്ചോറിൽ അഗാധമായി രേഖപ്പെടുത്തപ്പെടുകയും അവൻ്റെ വ്യക്തിത്വത്തെ എന്നേക്കുമായി സ്വാധീനിക്കുകയും ചെയ്യും എന്നതാണ് സത്യം. ഇതേപോലെ തന്നെയാണ് ഇന്റർനെറ്റ് ഉപയോഗിച്ച്, ഐപാഡ് ഉപയോഗിച്ച്, ടാബ് ഉപയോഗിച്ച്, സെൽഫോൺ ഉപയോഗിച്ച് കളിക്കുന്ന ചെറിയൊരു കുഞ്ഞിൻ്റെ തലച്ചോറിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന വിവരങ്ങളും. ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭീകരമായ കൊലപാതകമോ ബലാത്സംഗമോ എല്ലാം യുവത്വത്തിൽ ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അതിന് പ്രേരണയാകുന്നത് ആദ്യത്തെ 3 വയസ്സിനിടയിൽ അല്ലെങ്കിൽ 12 വയസ്സിനിടയിൽ അവൻ ഇലക്ട്രോണിക് മീഡിയയിൽ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് യുവത്വത്തിൽ അവൻ്റെ തലച്ചോറിൽ വീണ്ടും സജീവമായി കടന്നു വരുന്നത് എന്നും ആ അന്ന് കണ്ട കാഴ്ചകളാണ് അവനെ കൊണ്ട് ഇത്തരം ക്രൂരതകൾ ചെയ്യിക്കുന്നത് എന്നുപോലും പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാരെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നാം നമ്മുടെ കുഞ്ഞിന് സംരക്ഷണ കവചം തീർക്കേണ്ടത്. നമ്മുടെ കുഞ്ഞ് അവൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഒരിക്കലും, പ്രത്യേകിച്ചും ആദ്യത്തെ 3 വയസ്സിനുള്ളിൽ, കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ 12 വയസ്സിനുള്ളിൽ ഒരിക്കലും ഇത്തരം ദൃശ്യങ്ങളിലൂടെയോ ശബ്ദങ്ങളിലൂടെയോ കടന്നു പോകുന്നില്ല എന്ന് തീരുമാനിക്കുവാൻ നമുക്ക് കഴിയണം. ടെലിവിഷൻ എന്ന് പറയുന്നത് വളരെ അപകടകരമായൊരു വസ്തുവാണ് എന്നും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ വളർച്ചയെ വളരെ പ്രതികൂലമായി അത് ബാധിക്കുമെന്നും ടെലിവിഷൻ കാണിക്കാതെ അല്ലെങ്കിൽ ടെലിവിഷനിലുള്ള ഇത്തരം ദൃശ്യങ്ങൾ കാണിക്കാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണമെന്നും പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളുടെ വളർച്ചയെ വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് കൈകാര്യം ചെയ്തിരുന്നത്. അവരുടെ മനസ്സിലേക്ക് തിന്മയുടെ ചെറിയ ചെറിയ വിത്തുകൾ പോലും ഈ പ്രായത്തിൽ നിക്ഷേപിക്കപ്പെടാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചത് കാണാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒരു അനുചരൻ്റെ വീട്ടിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ വീട്ടിലെ ചെറിയ കുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുഞ്ഞിനെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അനുചരൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഉറക്കെ വിളിച്ചു കുട്ടിയോട് അടുത്ത് വരാൻ. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വന്നാൽ നിനക്ക് ഞാനൊരു ഈത്തപ്പഴം തരാം. അങ്ങനെ ആ കുഞ്ഞ് ഉമ്മയുടെ അടുത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ അവന് കൊടുക്കാമെന്ന് പറഞ്ഞ ഈത്തപ്പഴം അവന് കൊടുത്തോ? അവർ പറഞ്ഞു, അതേ പ്രവാചകരെ, ഞാൻ ആ ഈത്തപ്പഴം അവന് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞ മറുപടി ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. നീയെങ്ങാനും അവന്
ഒരു ഈത്തപ്പഴം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആ ഈത്തപ്പഴം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഇതിന് നീ സമാധാനം പറയേണ്ടി വരുമായിരുന്നു എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെറിയൊരു കുട്ടിയുടെ തലച്ചോറിലേക്ക് ഒരിക്കലും തിന്മയുടെ പാഠങ്ങൾ പ്രവേശിച്ചുകൂടാ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ജാഗ്രതയുടെ പ്രകടനമാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ചെറിയ കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ശുദ്ധ പ്രകൃതിയിൽ നിർമ്മലമായ മനസ്സുമായി യാതൊരു കളങ്കവുമില്ലാതെയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അവന് സത്യം പറയാൻ മാത്രമേ അറിയൂ. ആ കുഞ്ഞ് കളവ് പറയാൻ പഠിക്കുന്നത്, കള്ളം ചെയ്യാൻ പഠിക്കുന്നത്, ചതിയും വഞ്ചനയും പഠിക്കുന്നത് തൻ്റെ ചുറ്റിലുമുള്ള മുതിർന്നവരിൽ നിന്നാണ്. അതിനാൽ ഒരു ഉമ്മ ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ കളവിൻ്റെ, വാഗ്ദത്ത ലംഘനത്തിൻ്റെ, ചതിയുടെ, തട്ടിപ്പിൻ്റെ പാഠങ്ങൾ ഉമ്മയിൽ നിന്ന് കുട്ടി മനസ്സിലാക്കുമെന്നും അത് അവൻ്റെ ജീവിതത്തിൽ അവൻ അത് പരിശീലിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നും അതിൻ്റെ ശിക്ഷ നാളെ പരലോകത്ത് അതിന് കാരണക്കാരായ മാതാപിതാക്കൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു തിന്മക്ക് തുടക്കം കുറിച്ചാൽ ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം ശിക്ഷയിൽ നിന്നൊരു ഓഹരി അത് തുടക്കം കുറിച്ചവനിലേക്ക് എത്തും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. ഒരു കുഞ്ഞ് കള്ളം പറയാൻ പഠിക്കുന്നത് നമ്മളിൽ നിന്നാണെങ്കിൽ, കളവ് എന്ന ഒരു ഏർപ്പാടിനെ കുറിച്ച് ഒരു കുട്ടി മനസ്സിലാക്കുന്നത് ആദ്യമായി നമ്മളിൽ നിന്നാണെങ്കിൽ, നമ്മളാണ് അവനെ കളവ് പറയാനുള്ള പ്രേരണ നൽകിയതെങ്കിൽ ആ കുഞ്ഞ് ജീവിതകാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾക്ക് മുഴുവൻ ഉള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഒരു പങ്ക് പരലോകത്ത് വെച്ച് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് ഒരിക്കലും കളവ് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. ആരോടും കളവ് പറയാൻ പാടില്ല, ഒരാളോടും. എന്നാൽ കുഞ്ഞുങ്ങളോട് പ്രത്യേകമായി കളവ് പറയാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ആ കുഞ്ഞ് നമ്മളിൽ നിന്നായിരിക്കും കള്ളം എന്ന പാഠം അഭ്യസിക്കുന്നത് എന്നതുകൊണ്ടാണ്. അതിനാലാണ് തമാശക്കായാൽ പോലും, ഏതെങ്കിലും തരത്തിൽ ആ കുഞ്ഞിനെ അടക്കി നിർത്താനായാൽ പോലും കളവായ ഒരു വർത്തമാനം നമ്മുടെ വായിൽ നിന്ന് കുഞ്ഞുങ്ങളോട് ഉണ്ടായിക്കൂടാ എന്ന് പ്രത്യേകമായി പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജാഗ്രത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തിയത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരമക്കൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹും. അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ മദീനയിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഖരിച്ച ഈത്തപ്പഴത്തിൻ്റെ കൂമ്പാരം, സക്കാത്തിൻ്റെ മുതലായി ശേഖരിച്ച ഈത്തപ്പഴത്തിൻ്റെ കൂമ്പാരം, പാവപ്പെട്ടവർക്കിടയിൽ വിതരണം ചെയ്യാനുള്ള ഈത്തപ്പഴം, അത് വീട്ടിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഹസനോ ഹുസൈനോ ആരോ ഒരാൾ അവർ ഈ ഈത്തപ്പഴ കൂമ്പാരത്തിനടുത്തേക്ക് വന്ന് അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് സ്വന്തം വായിലേക്ക് ഇട്ടെടുത്ത സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഓടി വരികയും വളരെ കർക്കശമായി ഈ ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് ആ ഈത്തപ്പഴം പുറത്തേക്കെടുക്കുകയും അത് അവിടെ തന്നെ തിരിച്ചു വെക്കുകയും ചെയ്തത് നിവേദകന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് വല്ലാത്തൊരു ജാഗ്രതയാണ്. തനിക്കർഹതപ്പെട്ടതല്ലാത്ത ഒരു മുതൽ, അതിൻ്റെ ചെറിയൊരു അംശം പോലും തൻ്റെ കുഞ്ഞിൻ്റെ വായിലേക്ക് എത്തിക്കൂടാ എന്ന ജാഗ്രത. പക്ഷേ കേവലമായി ആ ഈത്തപ്പഴം വാങ്ങി വെക്കുകയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അദ്ദേഹം ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, സക്കാത്തിൻ്റെ മുതലിൽ നിന്ന് നബി കുടുംബത്തിൽപ്പെട്ടവർ ഭക്ഷിക്കാൻ പാടില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് വളരെ ചെറിയൊരു കുട്ടിയോട് ഗൗരവ സ്വരത്തിൽ ചോദിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴം വാങ്ങി വെക്കുന്നത്. അത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എൻ്റെ വല്യുപ്പ എന്നെ പഠിപ്പിച്ച ജീവിതത്തിലെ മഹത്തായൊരു പാഠം എന്ന നിലക്ക് ആ കുട്ടി തീർച്ചയായും അതിനെ മനസ്സിലാക്കും. ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും എനിക്കർഹതപ്പെട്ടതല്ലാത്തൊരു ഭക്ഷണം, എനിക്കർഹതപ്പെട്ടതല്ലാത്തൊരു സമ്പത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൂടാ എന്ന വലിയ ജാഗ്രത എനിക്കുണ്ടായിരിക്കണമെന്ന വലിയ പാഠം വളരെ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആഴത്തിൽ ഇട്ടുകൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ശൈശവം അത് അതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ എന്നും, കുഞ്ഞ് വലുതായ ശേഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ അവരോട് സംസാരിക്കേണ്ടത് എന്നുമുള്ള തെറ്റിദ്ധാരണകളെ തിരുത്തിക്കൊണ്ട് വളരെ ചെറിയ പ്രായം മുതൽ കുട്ടികളുടെ തലച്ചോറിലേക്ക് നന്മയുടെ പാഠങ്ങൾ ഇട്ടുകൊടുക്കാനും തിന്മയുടെ
ആശയങ്ങൾ ഒരിക്കലും അവരുടെ തലച്ചോറിൽ പ്രവേശിക്കാതിരിക്കുവാനുമുള്ള ശ്രദ്ധയും കരുതലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായ്പ്പോഴും പ്രകടിപ്പിച്ചു. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയെല്ലാം ഇടപെട്ടപ്പോഴും മതം എന്ന് പറയുന്നത് ചൂരൽ തുമ്പുകൊണ്ട് പഠിപ്പിക്കേണ്ടതാണ് എന്ന ധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. ദേഷ്യപ്പെട്ടുകൊണ്ടോ വലിയ കാർക്കശ്യം കാണിച്ചുകൊണ്ടോ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഏകാധിപതിയായി ചമഞ്ഞുകൊണ്ടോ അവരുടെ വികാരങ്ങളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ടോ അവരെ ഭീകരമായി ശിക്ഷിച്ചുകൊണ്ടോ ആണ് ദീൻ പഠിപ്പിക്കേണ്ടത് എന്ന ആശയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. നമ്മുടെ പല അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ വലിയൊരു വടി കൊണ്ടാണ് കുട്ടികളെ മതം പഠിപ്പിക്കേണ്ടത് എന്ന വിചാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു നിലപാട് കൊണ്ട്, നമ്മുടെ കാർക്കശ്യം കൊണ്ട്, നമ്മുടെ ദേഷ്യം കൊണ്ട്, നമ്മുടെ ചൂരൽ പ്രയോഗം കൊണ്ട് മതം പഠിപ്പിക്കുവാൻ എന്ന പേരിൽ നമ്മൾ സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകൾ കൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ ദീനിനോട് ഒരു വെറുപ്പും ഒരുതരം വൈരാഗ്യവും ഒരുതരം ദേഷ്യവും ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും ഖുർആൻ പഠിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെല്ലാം സ്ഥാപിക്കപ്പെടുന്ന വലിയ സ്ഥാപനങ്ങളിൽ, ഹിഫ്ള് സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ചും ചൂരൽ അത്തരം സ്ഥാപനങ്ങളുടെ മുഖമുദ്രയായി മാറുന്നത് പലപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന നിലപാടുകളെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഹദീസുകൾ പരിശോധിച്ചു നോക്കുക. ദീനിനോട് കുട്ടികൾക്ക് വെറുപ്പുണ്ടായിക്കൂടാ എന്ന്, ദീനിനോട് കുട്ടികൾക്ക് മടുപ്പുണ്ടായിക്കൂടാ എന്ന് വളരെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ രക്ഷിതാവായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മദീനയിലെ പള്ളിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ചുരുക്കുമായിരുന്നു എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മുട്ടുകുത്തി വന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിനിടയിൽ അവരെ കയ്യിലെടുക്കുമായിരുന്നു എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളി മിമ്പറിൽ വെച്ച് പ്രഭാഷണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് പ്രവാചകന്റെ പേരക്കുട്ടി മസ്ജിദുൻ നബവിയിലേക്ക് അവന്റെ കളിക്കൊഞ്ചലുമായി കടന്നു വന്നപ്പോൾ പ്രഭാഷണം അവസാനിപ്പിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗപീഠത്തിൽ നിന്നിറങ്ങി കുഞ്ഞിനെ പോയി കയ്യിലെടുത്ത് അവനെ കളിപ്പിച്ച് അവനെ പരിഗണിച്ച് അവിടെ വെച്ചതിന് ശേഷം മാത്രം തിരിച്ചു വന്ന് പ്രഭാഷണം തുടർന്നു എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കെ അദ്ദേഹം സുജൂദിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തോളിൽ വന്ന് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഇരുന്നതിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി സുജൂദിൽ തന്നെ കിടന്നു. പേരക്കുട്ടി കളി മതിയാക്കി തോളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത റക്അത്തിലേക്ക് ഉയർന്നത്. നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബിമാർ ചോദിച്ചു, അല്ല പ്രവാചകരെ, ഇന്നെന്താ വല്ല പുതിയ വഹിയും ഉണ്ടായോ? സുജൂദിന് ഒരുപാട് നീളമുണ്ടായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞത്, എൻ്റെ കൊച്ചുമകൻ എന്നെ ഒരു വാഹനമാക്കുകയായിരുന്നു, എന്നെ ഒരു കുതിരയായി ഉപയോഗിക്കുകയായിരുന്നു. അവൻ്റെ കളി മുടക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ തന്നെ ഞാൻ കിടന്നു എന്ന് മറുപടി പറയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമസ്കാരത്തിൻ്റെ ഒരു ഫിഖ്ഹ് പറയാൻ വേണ്ടി, നമസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രം പറയാൻ വേണ്ടി, നമസ്കാരത്തിനിടയിൽ വേണമെങ്കിൽ കുട്ടികളെ പരിഗണിക്കാമെന്ന നിയമം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ധരിക്കാറുള്ളത്. അതല്ല നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട യഥാർത്ഥത്തിലുള്ള പാഠം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ശ്രദ്ധാപൂർവമാണ് ആ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ എപ്പോഴും കളിപ്പിച്ചിരുന്നു, ഉമ്മ വെച്ചിരുന്നു, അവരിൽ ഒരാളായി മാറിയിരുന്നു, അവരെ പുറത്തു കയറ്റി നടന്നിരുന്നു, എല്ലാം ചെയ്തിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് അവരോട് കോപിഷ്ഠനായി പെരുമാറിയാൽ, നമസ്കരിക്കുന്ന സമയത്ത് അവരെ പരിഗണിക്കാതിരുന്നാൽ, പള്ളിയിൽ വെച്ച് അവരോട് ഗൗരവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിച്ചാൽ, ഖുത്ബ പറയുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ ഗൗനിക്കാതിരുന്നാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. വല്യപ്പ വളരെ നല്ല മനുഷ്യനാണ്, പള്ളിയിൽ പോകാതിരുന്നാൽ മതി, അവിടെ ചെന്ന സ്വഭാവം മാറുമെന്ന ചിത്രം. വല്യപ്പ നല്ല മനുഷ്യനാണ്, നമസ്കരിക്കാതിരുന്നാൽ മാത്രം മതി, നമസ്കരിക്കുമ്പോൾ ആളുടെ സ്വഭാവം മാറും, ആളുടെ പ്രതികരണ രീതി മാറുമെന്ന ചിത്രം. നമസ്കരിക്കുന്ന സമയത്ത് ആ വഴിക്ക് പോകാൻ പറ്റൂല, അതുവരെ കണ്ട വല്യപ്പയായിരിക്കില്ല, മറ്റൊരു വല്യപ്പയായിരിക്കുമെന്ന ചിത്രം.
അതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുമ്പോഴും നമസ്കാരത്തെ വെറുക്കുന്ന ഒരു മനസ്സുണ്ടാകും. വല്ലുപ്പയെ ഇഷ്ടപ്പെടുമ്പോഴും പള്ളിയെ വെറുക്കുന്ന ഒരു മനസ്സുണ്ടാകും. പള്ളിയെയും നമസ്കാരത്തെയും പള്ളിയിലെ മിമ്പറിനെയും എല്ലാം വെറുക്കുകയും ശത്രുവായി കാണുകയും അവയാണ് പ്രവാചകനെ ഞങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്ന വികാരമുണ്ടാവുകയും ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ, ദീനിനോട് വെറുപ്പുണ്ടാകാതിരിക്കാൻ വളരെ മനഃശാസ്ത്രപരമായി ആരാധനാ കർമ്മങ്ങൾക്കിടയിൽ പോലും വളരെ സൗഹൃദത്തോടുകൂടി കുട്ടികളോട് പെരുമാറുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചൂരൽ തുമ്പുകൊണ്ടാണ് കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾക്ക് വലിയ പാഠങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചത്. അതിനാൽ നമ്മൾ ഒട്ടേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളെ വളർത്തുന്ന സമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ വിശേഷിച്ചും അവരുടെ ശൈശവത്തിൽ അവരുടെ തലച്ചോറ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീനിനോട് വെറുപ്പില്ലാതെ, ദീനിനോട് അഗാധമായ സ്നേഹമുള്ളവരായി തിന്മയുടെ പാഠങ്ങളൊന്നും തലച്ചോറിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാതെ, എന്നാൽ എല്ലാത്തരം ധാർമ്മികമായ പാഠങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരെ വളർത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാലത്ത് നമ്മുടെ കുട്ടികൾ വല്ലാത്ത ഒരു രീതിയിലാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലോകമെന്ന് പറയുന്നത് വാട്സപ്പും ഫേസ്ബുക്കും മാത്രമാണ്. സ്വന്തം വീടിന് മുന്നിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ ചോര വാർന്നൊലിച്ച് ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ അയാളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും അതിനെത്ര ലൈക്ക് കിട്ടി എന്ന് നോക്കുകയുമാണ് എൻ്റെ ഉത്തരവാദിത്തമെന്ന് വിചാരിക്കുകയും ആ മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുകയോ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ എൻ്റെ പണിയല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ വളരെയധികം ഇൻട്രോവർട്ടായ, ഒരു തരം സ്വന്തത്തെ ലോകത്തിന് മുന്നിൽ സെൽഫി എടുത്ത് പ്രദർശിപ്പിക്കുന്നതിൽ ഒരു തരം ആത്മരതി അനുഭവിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ നമ്മുടെ സ്വന്തം വീടകങ്ങളിൽ, നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ ചെലവിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലും സ്ക്രീനിന് മുന്നിലായിത്തീരുകയും വീഡിയോ ഗെയിമുകളും ഇതേപോലെ ഉള്ള സോഷ്യൽ മീഡിയയുമെല്ലാം കുട്ടികളുടെ വിനോദോപാധികളായി മാറുകയും സാമൂഹ്യ ബന്ധങ്ങളും മറ്റു കുട്ടികളോടൊപ്പം തുറന്ന സ്ഥലങ്ങളിലുള്ള കളികളും കുടുംബ സന്ദർശനങ്ങളുമെല്ലാം കുട്ടികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു കാലത്ത് തൻ്റെ മുന്നിലുള്ള സ്ക്രീന് മാത്രമാണ് ലോകമെന്ന് വിചാരിക്കുന്നൊരു തലമുറ. ആ തലമുറയെ തീർച്ചയായും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അത്തരമൊരു തലമുറയിലെ അംഗങ്ങളായി നമ്മുടെ മക്കൾ ആയി മാറാതിരിക്കുവാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം നമ്മുടെ മക്കൾ നാളെ ഭാവിയിൽ എന്തായി തീരണമെന്ന്. അവർ ഡോക്ടർ ആകണമെന്ന്, എഞ്ചിനീയർ ആകണമെന്ന്, പൈലറ്റ് ആകണമെന്ന്, ആർക്കിടെക്റ്റ് ആകണമെന്ന് തീർച്ചയായും നമുക്ക് ആഗ്രഹിക്കാം. അത് ആഗ്രഹിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടതാണ്. പക്ഷേ അവൻ ഈ രീതിയിലെല്ലാം പണമുണ്ടാക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അതോടൊപ്പം ചില നിലപാടുകൾ കൂടി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പഠിച്ച് ഒരു ജോലി നേടി ധനം സമ്പാദിച്ച് സുഖമായി ജീവിക്കുക എന്നതിനപ്പുറത്ത് ഇവിടെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ എൻ്റേതായ പങ്ക് ഞാൻ നിർവഹിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാട് നമ്മുടെ കുട്ടിക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. ഭാവിയിൽ നമ്മുടെ തലമുറ നമ്മെ തിരിഞ്ഞു നിന്ന് നോക്കി എന്തിനാണ് വെറുതെ പ്രസംഗ പരിപാടികൾ നടത്തുന്നത്, എന്തിനാണ് പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുന്നത്, എന്തിനാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നത്, അതുകൊണ്ട് നമുക്കെന്താണ് ലാഭം, ജീവിതത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ലാഭവുമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തിനാണ് സമയം ചെലവഴിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളൊരു തലമുറയാണ് നമുക്ക് മുന്നിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയണം. അല്ല നിന്റെ ജീവിതം സാർത്ഥകമാകുന്നത് കേവലം ഒരു ജോലി നേടി പണമുണ്ടാക്കി നല്ലൊരു ഫ്ലാറ്റ് വാങ്ങി ഒരു ആഡംബര കാറ് സ്വന്തമാക്കലാണ് നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് വിചാരിക്കരുത്. അതിനപ്പുറത്ത് നിനക്ക് ഇഹലോകത്ത് യാതൊരു ലാഭവുമില്ലാത്ത എന്നാൽ പരലോകത്ത് നിന്റെ വിജയം നിർണയിക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകളിൽ സജീവമായ സാന്നിധ്യമായി മാറാനും അതിൻ്റെ നേതൃനിരകളിലേക്ക് കടന്നു ചെല്ലാനും ലോകത്തിന് മുന്നിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന എഴുത്തുകാരും പ്രഭാഷകരുമായി മാറാനും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന വലിയ സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ചെറിയ പ്രായത്തിൽ ആ രീതിയിലുള്ള ജാഗ്രത ആവശ്യമുണ്ട്. ആ ജാഗ്രതയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ വലുപ്പത്തിൽ നമുക്ക് കൺകുളിർമയേകും. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും. നമ്മുടെ മനസ്സിൽ അഗാധമായ സംതൃപ്തി ഉണ്ടാകും. ഇല്ലെങ്കിൽ കുറേ നോട്ടുകെട്ടുകൾ ദുനിയാവിൽ അവശേഷിപ്പിച്ച് പരലോകത്തേക്ക് യാതൊന്നും ബാക്കി വെക്കാതെ യാത്ര പോകുന്ന മക്കളായിരിക്കും ഉണ്ടാവുക. ആ മക്കൾ നമ്മുടെ കൈപിടിച്ച് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ച്
സ്വന്തം കാര്യം നോക്കി പോകാനുള്ള സാധ്യത അതിനേക്കാൾ കൂടുതലാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജീവിതകാലത്ത് കാരുണ്യത്തോടുകൂടി നമ്മുടെ കൈപിടിക്കുന്ന, അതിൻ്റെ പേരിൽ പടച്ച തമ്പുരാന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന, കേവലം പണമുണ്ടാക്കുന്നതിനപ്പുറത്ത് ഇസ്ലാമിനെ ലോകത്തിലെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകുന്ന ഒരു തലമുറയുടെ സൃഷ്ടി, ആ സൃഷ്ടിയാകണം നമ്മുടെ സ്വപ്നം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സത്യവിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പടച്ചവനെ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ വിശ്വാസി സമൂഹത്തിൻ്റെ നായകരാക്കി, വിശ്വാസി സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കുന്നവരാക്കി നീ പരിവർത്തിപ്പിക്കണമേ. ആ പ്രാർത്ഥന നമ്മുടെ ചുണ്ടിലുണ്ടാകണം. ആ പ്രാർത്ഥന സഫലമാകാനുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആമുഖ സംസാരം നിങ്ങൾക്ക് മുന്നിൽ ഉപസംഹരിക്കുകയാണ്. ഇനിയുള്ള തുറന്ന ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉന്നയിക്കാവുന്നതാണ്. കൂട്ടിച്ചേർക്കലുകളും അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം ആകാവുന്നതാണ്. അത്തരം ഒരു ചർച്ചയിൽ നിന്ന് കുറെ കൂടി സാർത്ഥകമായ വിവര കൈമാറ്റങ്ങളിലേക്ക് നമുക്ക് പോകാമെന്നും തോന്നുന്നു. അതിനുവേണ്ടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. വിഷയാവതരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ സ്റ്റേജിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയാണ്. അതായത് TV അതുപോലുള്ള മാധ്യമങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രാസംഗ്യൻ പറഞ്ഞു. അപ്പോൾ ഇസ്ലാമികമായി ഇപ്പോൾ ഈ വളരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ഒഴിവാക്കി എങ്ങനെയാണ് ഒരു കുട്ടിയെ യഥാർത്ഥ ഇതിൽ എങ്ങനെയാണ് കൊണ്ടുപോകുക എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചു തന്നാൽ വളരെ ഉപകാരമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ടെലിവിഷൻ കുട്ടിയുടെ തലച്ചോറിനെ തെറ്റായി സ്വാധീനിക്കും, വഴിതെറ്റിക്കും, തെറ്റായ വിവരങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പുതിയ കാലത്ത് TV ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് മക്കളെ വളർത്തുക, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതാണ്. TV പിന്നെ പല രക്ഷിതാക്കളുടെയും സംസാരം കേട്ടാൽ തോന്നുക TV എന്ന് പറഞ്ഞാൽ എന്തോ ഓക്സിജനാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾ മരിച്ചു എന്നുള്ള ആൾക്കാണ് പലപ്പോഴും ആൾക്കാരുടെ സംസാരം. സത്യത്തിൽ ആ പെട്ടി വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എന്താണ് സംഭവിക്കാമെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നേർക്കേറെ പറഞ്ഞാൽ അത് എന്ത് പ്രശ്നമാണ്, എന്ത് കുറവാണ്, എന്ത് കുഴപ്പമാണ് അതില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, അമേരിക്കയിലാണ് ടെലിവിഷൻ ഒരു ജനകീയമായ മാധ്യമം എന്നുള്ള നിലക്ക് ആദ്യം വളർന്നു വന്നത്. ഇന്ന് അമേരിക്കയിലെ രക്ഷിതാക്കൾ തെരുവിലാണ് TV നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. ടെലിവിഷൻ നിരോധിക്കണം എന്നത് ആൻറ്റി ടെലിവിഷൻ മൂവ്മെൻ്റ് എന്നുള്ളത് ഇന്ന് അമേരിക്കയിൽ ശക്തമായൊരു ജനകീയ പ്രസ്ഥാനമാണ്. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ സാധനം തുടങ്ങിയത്. അവിടെയുള്ള രക്ഷിതാക്കൾ ഇപ്പോൾ ഇത് വലിയ ഒരു ശാപമായി അതിനെ മനസ്സിലാക്കുന്നു. അത് വീടുകളിൽ നിന്ന് എടുത്തെറിയുന്നു. തങ്ങളുടെ മക്കളുടെ ഭാവി അത് തകർക്കുന്നതായി മനസ്സിലാക്കുന്നു. TV-ക്കെതിരെ 4 ന്യായങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പുസ്തകം അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറുകളിൽ പെട്ടതാണ്. 4 ആർഗ്യുമെൻറ്റ്സ് അഗൻസ്റ്റ് ഫോർ ദി എലിമിനേഷൻ ഓഫ് ടെലിവിഷൻ. TV നിരോധിക്കണം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നൽകിയ 4 ഉത്തരങ്ങൾ വിശദീകരിച്ചിട്ട് ഇത് പുസ്തകം. അതുകൊണ്ട് ഇത് ടെലിവിഷൻ എന്ന് പറയുന്നൊരു മാധ്യമത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ, അത് വീട്ടിലില്ലെങ്കിൽ, അത് കുട്ടി കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അർത്ഥം TV എന്ന് പറയുന്ന ഒരു ചതുരപ്പെട്ടി ഇസ്ലാമിൽ ഹറാമാണെന്നോ, വീഡിയോഗ്രാഫി ഹറാമാണെന്നോ, ചാനൽ ഹറാമാണെന്നോ, അതിലെന്തെങ്കിലും വന്ന് കാണുന്നത് ഹറാമാണെന്നൊന്നും അല്ല. പക്ഷേ ടെലിവിഷനിൽ വരുന്ന ദൃശ്യങ്ങളിൽ 90% നമ്മുടെ കുട്ടിയുടെ മാനസികമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിലൊരു TV വെച്ച് നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇത്തരം ഒരു ദൃശ്യവും നിങ്ങളുടെ കുട്ടി കാണില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു CD പ്ലെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കാണിച്ചു കൊടുക്കൂ എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് TV വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. TV എന്ന് പറയുന്നത് സാധനം വീട്ടിലുണ്ടാകുന്ന ഹറാമാണെന്നല്ല പറഞ്ഞ്. പക്ഷേ സ്ത്രീനഗ്നതയായാലും സെക്സ് ആയാലും വയലൻസ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും സിനിമകളും സീരിയലുകളും എല്ലാം വഴി നമ്മുടെ ടെലിവിഷനുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്പോർട്സ് കാണിക്കുമ്പോൾ പോലും അവിടെ ഉള്ളൊരു ഫീമെയിൽ ന്യൂഡിറ്റിയിൽ നമ്മുടെ ക്യാമറകൾ ഫോക്കസ് ചെയ്യുമ്പോൾ, ഒരു വാർത്ത വായിക്കുമ്പോൾ പോലും ആ വാർത്താവതാരകയുടെ സൗന്ദര്യം പരമാവധി വെളിവാക്കിക്കൊണ്ടുള്ള ഡ്രസ് കോഡുകൾ നിശ്ചയിക്കപ്പെടുമ്പോൾ ആദ്യത്തെ ഒരു 3 വയസ്സിനുള്ളിലെങ്കിലും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 12 വയസ്സിനുള്ളിലെങ്കിലും കുട്ടിക്ക് അത്തരം ഒരു എക്സ്പോഷർ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് പറ്റണം.
ആ 12 വയസ്സ് കഴിഞ്ഞ ശേഷം കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണ വികാസം പ്രാപിച്ച ശേഷം ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കുട്ടി കാണുന്നത് വേറൊരു വിഷയമാണ്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാലി തലച്ചോറുമായിട്ടാണ് ഒരു കുഞ്ഞ് ഭൂമിക്ക് ജനിക്കുന്നത്. ഒരു വിവരം അതിൻ്റെ ഉള്ളിലില്ല. അതിലേക്ക് ആദ്യം തന്നെ ഇടിച്ചു കയറുന്ന വിവരങ്ങൾ ഇത്തരത്തിലുള്ളവയാകുമ്പോൾ അത് എത്രത്തോളം ആഴത്തിലാണ് ആ കുഞ്ഞിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുക എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തോ ആണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ ഒഴിവാക്കുക. കഴിയുമെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കുക. അതുകൊണ്ട് ഉപകാരങ്ങൾ ഉള്ളതിനേക്കാൾ അധികം ഉപദ്രവങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് സത്യം. ഇത് ടിവിൻ്റെ മാത്രം കാര്യമല്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കളിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കണം എന്താണ്? ഇവിടെ മുറ്റത്തല്ല, പാടത്തല്ല, പറമ്പിലല്ല കുട്ടികളുടെ കളി, അതും സ്ക്രീനിൻ്റെ മുന്നിലാണ്. ഒരു വീഡിയോ ഗെയിം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയോടുള്ള ഏറ്റവും വലിയ സ്നേഹമായിട്ടാണ് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത്. വീഡിയോ ഗെയിം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിൽ ഹറാമൊന്നുമല്ല. പക്ഷേ എന്താണ് നമ്മുടെ വീഡിയോ ഗെയിമുകളുടെ കണ്ടന്റ്? ആ വീഡിയോ ഗെയിം, കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഗെയിമുകളുടെ കണ്ടന്റ് നമ്മൾ പരിശോധിക്കണം. ബഹുഭൂരിപക്ഷം വീഡിയോ ഗെയിമുകളിലും ഇതേ ഫീമെയിൽ ന്യൂഡിറ്റി ഉണ്ട്. സ്ത്രീകളെ വളരെ മാദകമായ രീതിയിൽ വസ്ത്രം ധരിച്ച സ്ത്രീകളുടെ ഇമേജുകൾ ബഹുഭൂരിപക്ഷം വീഡിയോ ഗെയിമുകളിലുണ്ട്. കുട്ടിയുടെ മനസ്സിൽ ക്രൂരതയുടെ പാഠങ്ങൾ നിക്ഷേപിക്കുന്നു മിക്കവാറും എല്ലാ വീഡിയോ ഗെയിമുകളും. കൂടുതൽ ആൾക്കാരെ കൊന്നാൽ കൂടുതൽ സ്കോർ കിട്ടും, ഗെയിമിൽ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് മിക്കവാറും എല്ലാ വീഡിയോ ഗെയിമിൻ്റെ അവസ്ഥ. ഇത്തരം വീഡിയോ ഗെയിമുകൾ നമ്മുടെ കുട്ടിയുടെ മനസ്സിനെ വളരെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നത് കേവലമായൊരു സത്യം മാത്രമാണ്. ടോയ്സോ, എന്ത് ടോയ്സാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്? തോക്ക്. കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ കളിപ്പാട്ടാണിത്. നമ്മൾ ഒരു കളിപ്പാട്ടം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ തോക്കൊരു ഉത്തരമായി വരുന്നത്? അത് ഒരാളെ വെടിവെച്ച് കൊല്ലാൻ മാത്രം പറ്റുന്നൊരു സാധനം കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമ്മൾ ബ്ലൈൻഡായി പോകുന്നത്? എവിടെയാണ് നമ്മൾ അന്ധരായി പോകുന്നത്? നമ്മൾ കുഞ്ഞിൻ്റെ കയ്യിൽ തോക്ക് കൊടുക്കുന്നു, കുഞ്ഞ് വെടിവെക്കുന്നത് പോലെ അഭിനയിക്കുന്നു, നമ്മൾ മരിച്ചു വീഴുന്നത് പോലെ അഭിനയിക്കുന്നു, കുഞ്ഞ് ചിരിക്കുന്നു, വീണ്ടും വെടിവെക്കുന്നു, ഉമ്മ മരിച്ചു വീഴുന്നത് പോലെ അഭിനയിക്കുന്നു. ഇത് ഭയങ്കര രസമാണ് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ എത്ര സുന്ദരമായാണ് കൊലപാതകം നിസ്സാരവൽക്കരിക്കപ്പെടുന്നത്, തോക്ക് നിസ്സാരവൽക്കരിക്കപ്പെടുന്നത്, അത് ഒരു സാധാരണ വസ്തു മാത്രമായി അവൻ്റെ മനസ്സിൽ അടയാളപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. അതിനാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഇത്തരം ദുസ്വാധീനങ്ങളിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു 12 വയസ്സിൽ അവൻ ടെലിവിഷൻ അഡിക്റ്റ് ആവാതെ, നമ്മുടെ നിയന്ത്രണങ്ങളില്ലാതെ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില്ലാതെ, പ്രത്യേകിച്ചും സിനിമകളും സീരിയലുകളും ഒന്നും കാണാതെ കുട്ടി വളരട്ടെ. അവനെ ഈ രീതിയിലുള്ള വീഡിയോ ഗെയിമുകളുടെ ലോകത്തേക്ക് നമ്മൾ കടത്തിക്കൊണ്ടു പോകാതിരിക്കുക. അതിനു പകരം അവൻ്റെ ഒഴിവ് സമയങ്ങൾ അവനെ ബന്ധുക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകുക, കൂടെയുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ പ്രേരിപ്പിക്കുക, അവന് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവനെ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുക, വായിപ്പിക്കുക. വായിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ അറിയ പോലുമില്ല. ശരിക്കും സൗദി അറേബ്യയിൽ വന്ന ശേഷം ഒരു പ്രോഗ്രാമിൽ വെച്ച് 13 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കുള്ള കുറേ കുട്ടികളെ കൂട്ടിയിരുത്തിയിട്ട് നിങ്ങൾ വായിച്ചൊരു പുസ്തകത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ മദ്രസയിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്, സ്കൂളത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരുമാണ് എല്ലാ കുട്ടികളും പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കുകളല്ലാത്ത ഒരു പുസ്തകം പോലും വായിക്കാത്ത ഒരു തലമുറയായി നമ്മുടെ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ വായിക്കുക? അവർക്ക് TV കാണാനേ ഒഴിവുള്ളൂ, അവർക്ക് ടാബ് ഉപയോഗിക്കാനേ ഒഴിവുള്ളൂ, അവർക്ക് iPad ഉപയോഗിക്കാനേ ഒഴിവുള്ളൂ, അവർക്ക് വീഡിയോ ഗെയിം കളിക്കാനേ ഒഴിവുള്ളൂ. പുസ്തക വായന എന്ന ഒരു സംസ്കാരം തന്നെ നമ്മളിൽ നിന്ന് മരിച്ചു തുടങ്ങുന്നു. വായിക്കാത്ത കുട്ടികൾ എങ്ങനെ ചിന്തിക്കാനാണ്? ചിന്തിക്കാത്ത കുട്ടികളിൽ നിന്ന് എങ്ങനെ പണ്ഡിതന്മാരുണ്ടാകാനാണ്? എങ്ങനെ പ്രബോധകരുണ്ടാകാനാണ്? എങ്ങനെ എഴുത്തുകാരുണ്ടാകാനാണ്? എങ്ങനെ പ്രഭാഷകരുണ്ടാകാനാണ്? അത്തരമൊരു തലമുറയിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ കുട്ടികളെ ഇലക്ട്രോണിക് മീഡിയയിൽ നിന്ന് പരമാവധി അകറ്റി ആ സ്ഥാനത്തേക്ക് പുസ്തകങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നല്ല അർത്ഥവത്തായ പുസ്തകങ്ങൾ വായിക്കുന്നൊരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, ചെറിയ പ്രായത്തിൽ TV-ക്ക് പകരം പുസ്തകങ്ങളെ അവരുടെ കൂട്ടുകാരായി പ്രതിഷ്ഠിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ വ്യക്തികളെ സൃഷ്ടിക്കും. ആ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എനിക്ക് തോന്നുന്നത് ടെലിവിഷനേക്കാൾ കൂടുതൽ ടെലിവിഷൻ ശരിക്കൊരു ഔട്ട് ഓഫ് ടോക്കായി മാറിയിരിക്കുകയാണ്. കാര്യം അതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളും അതേപോലെ തന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുമാണ്. കാരണം ടെലിവിഷന് വീണ്ടും നമുക്കൊരു അണ്ടർ കൺട്രോൾ വരുന്നത് അതൊരു ഡ്രോയിങ് റൂമിലായിരിക്കും. മിക്കവാറും അതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത് പാരൻസിൻ്റെ കയ്യിലായിരിക്കും. അതേസമയം
നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് മീഡിയകളെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? കാരണം മൊബൈൽ ഫോണാണെങ്കിലും അതേപോലെ കമ്പ്യൂട്ടർ ആണെങ്കിലും അത് അവരുടെ ഒരു പഠനോപാധികായും കൂടി മാറുന്നുണ്ട്. അതേപോലെ തന്നെ പല സർവീസുകളും ഇന്ന് ഗവൺമെൻറ് ലെവലിലും അല്ലാതെ ആണെങ്കിലും ഓൺലൈനിലും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് അവരെ എങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും? മാത്രമല്ല കുട്ടികളാണ് നമ്മളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു അനുഭവം, എൻ്റെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കേടുവന്നാൽ എൻ്റെ 8ലോ അല്ലെങ്കിൽ 6ലോ പഠിക്കുന്ന കുട്ടികളെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. കാരണം അവർക്ക് അതിൽ നന്നായി അത് ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് കംപ്ലീറ്റായിട്ട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതിനൊരു കൺട്രോൾ ആദ്യ രീതിയില്ല. കാരണം ടെലിവിഷൻ ഈവൻ കുട്ടികൾ ഇന്ന് ടെലിവിഷനിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ ഒരു അനുഭവത്തിൽ. അതിനേക്കാൾ കൂടുതൽ അവർ ചിലവഴിക്കുന്നത് മൊബൈലിലും, അതിൽ വളരെ അഡ്വാൻസ്ഡും ആണത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കുന്നത്. ബഹുമാന്യനായ സഹോദരൻ പ്രസക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ടെലിവിഷൻ സ്വാഭാവികമായിട്ടും അത് ഡ്രോയിങ് റൂമിലായിരിക്കും, അതിൻ്റെ റിമോട്ട് പാരൻസിൻ്റെ കയ്യിലായിരിക്കും. പക്ഷേ അവിടെ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ശരിക്ക് ഒരു കുറച്ച് മുതിർന്ന കുട്ടികൾ റിമോട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചാനലുകളിലേക്ക് പോയി വളരെ വൃത്തികെട്ട രംഗങ്ങൾ കാണുന്നതിനെക്കുറിച്ചുള്ള വളരെ സ്വാഭാവികമായ ഭീതിയല്ല നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മൾ വളരെ നിരുപദ്രവകാരികൾ എന്ന് വിചാരിക്കുന്ന സിനിമയും സീരിയലും എല്ലാം മാതാപിതാക്കൾ കാണുന്ന സമയത്ത് 1, 2, 3 വയസ്സ് പ്രായമുള്ള ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അവരുടെ മടിയിലിരുന്ന് ഈ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ശരിക്കും നമ്മൾ പറഞ്ഞത്. മൊബൈൽ ഫോണും പിന്നെ ഇൻ്റർനെറ്റും എല്ലാം ഇല്ലാതെ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ ഇന്നത്തെ കാലത്ത് നല്ല പ്രയാസം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യത്തിനല്ലാതെ ഇത്തരം ഇലക്ട്രോണിക് മീഡിയ ഡിവൈസസ് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതിരിക്കാനാണ്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ശരിക്ക് 4ലും 5ലും 6ലും ഒന്നും പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ല, ഒരർത്ഥത്തിലും ആവശ്യമില്ല. അത് എന്താണ് അതിൻ്റെ ആവശ്യം? നമ്മൾ രക്ഷിതാക്കൾ വളരെ ചെറിയ പ്രായത്തിൽ ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലക്കല്ല മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് കാണാറുണ്ട്. വാങ്ങിക്കൊടുക്കുന്ന സ്മാർട്ട് ഫോണേ വാങ്ങിക്കൊടുക്കുള്ളൂ. ആണ് അതിലേറെ വലിയ തമാശ. ആ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സാധനത്തിൽ അവർക്ക് അവരുടെ ഫിംഗർ ടിപ്പിൽ ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും കിട്ടും. അതിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് കുട്ടികളുടെ കയ്യിൽ അത് കൊടുക്കുന്നത്? ശരിക്ക് ചെറിയ കുട്ടികളുടെ കരച്ചിൽ മാറ്റാൻ വരെ 2 വയസ്സായ കുട്ടി കരഞ്ഞാൽ കളിപ്പാട്ടമായിട്ട് കൊടുക്കുന്നത് സ്മാർട്ട് ഫോണാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊബൈൽ ഫോൺ കുട്ടിക്കുള്ളതല്ല എന്ന ധാരണയാണ് ആദ്യം അവൻ്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റു വസ്തുക്കളെല്ലാം കുട്ടിയുടെ കയ്യിൽ കൊടുത്താലും ഒരിക്കലും ഫോണും ഐപാഡൊന്നും കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കരുത്. കുട്ടി മനസ്സിലാക്കട്ടെ, ഒരു ശിശുവായി വളർന്നു തുടങ്ങുമ്പോൾ തന്നെ ഇത് ഉപ്പാൻ്റെതാണ്, ഇത് ഉമ്മാൻ്റെതാണ്, എനിക്ക് തൊടാൻ പാടില്ലാത്തതാണ്, എനിക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്ന പാഠം കുട്ടിക്ക് കിട്ടട്ടെ. അങ്ങനെ ഒരു സന്ദേശം കുട്ടിക്ക് കിട്ടട്ടെ. അത് കിട്ടുന്ന രീതിയിൽ തന്നെ ഇത്തരം ഡിവൈസസ് അവരിൽ നിന്ന് ദൂരെ വെക്കാൻ നമുക്ക് പറ്റണം. ഇൻ്റർനെറ്റ് ഇല്ലാതെ തീർച്ചയായും ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആ ഇൻ്റർനെറ്റിൻ്റെ അപകടങ്ങൾ നമുക്കറിയാം. അത് ചെറിയ അപകടങ്ങൾ മുതൽ പോണോഗ്രഫി പോലുള്ള വളരെ ഭീകരമായ അപകടങ്ങൾ വരെ ഇൻ്റർനെറ്റ് നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നു. ഈ ഇൻ്റർനെറ്റ് പഠനത്തിൻ്റെ വലിയൊരു സാധ്യതയാണ്. അത് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ ആണ്. ഏത് വിഷയത്തെക്കുറിച്ചും പഠിക്കുവാനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ്. അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ തീർച്ചയായും നമുക്ക് പുതിയ കാലത്ത് കഴിയില്ല. പക്ഷേ എന്തുകൊണ്ട് ടെലിവിഷൻ വെച്ച ഡ്രോയിങ് റൂമിൽ നമുക്കൊരു ഒരു ഡെസ്ക്ടോപ്പ് കൊണ്ടുവച്ചൂടാ? അതിലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തുകൂടാ? അത് ആവശ്യം ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് നമ്മളാണ് ഏത് സൈറ്റാണ് എന്താണ് വിവരം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളാണ് അത് തുറന്നു കൊടുക്കുന്നത്, നമ്മളാണ് സെർച്ച് ചെയ്യാൻ സഹായിക്കുന്നത് എന്നൊരവസ്ഥ എന്തുകൊണ്ട് സൃഷ്ടിച്ചുകൂടാ? കുട്ടിക്ക് വ്യക്തിപരമായി പേഴ്സണലായി ഏതെങ്കിലും ഒരു ഡിവൈസ് കൊടുക്കുന്നതിന് പകരം ഇൻ്റർനെറ്റിലൂടെ അവന് കിട്ടുന്ന ഇൻഫർമേഷന് വേണ്ടി വീട്ടിൽ പൊതുവായ കമ്പ്യൂട്ടർ സ്ഥാപിക്കുകയും ആ കമ്പ്യൂട്ടർ ഒരു പൊതു സ്ഥലത്താവുകയും എല്ലാവരുടെയും കണ്ണെത്തുന്ന സ്ഥലത്താവുകയും അവിടെ രക്ഷിതാക്കളുടെ മോണിറ്ററിങ്ങിന് കീഴിൽ മാത്രം കുട്ടി ബ്രൗസിംഗ് നടത്തുകയും ചെയ്യുന്ന അവസ്ഥ എന്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൂടാ? അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഇത് ശിശുക്കളുമായി എന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ സ്കൂളിലെല്ലാം പോയി തുടങ്ങിയ കുട്ടികൾ, സ്വന്തമായൊരു ഡിവൈസ് ഉപയോഗിക്കാനും സെർച്ച് ചെയ്യാനും എല്ലാം പഠിച്ച കുട്ടികൾ, ആ കുട്ടികൾ അവർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. ആ അപകടങ്ങളിൽ ചെന്ന് ചാടിയാലാകട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ വളരെ പ്രയാസകരമാണ് താനും. അവിടെ നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിലാണ് ശരിക്കും കമ്പ്യൂട്ടർ വെക്കേണ്ടത്. ഓഫീസ് ഏതെങ്കിലും ബെഡ്റൂമിലല്ല, വാതിലടിച്ച് കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തല്ല. അതിലാണ് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കേണ്ടത്. അതിലാണ് കുട്ടിയെ ബ്രൗസിങ് ചെയ്യാൻ നമ്മൾ സഹായിക്കേണ്ടതും നമ്മൾ സഹകരിക്കേണ്ടതും. അവിടെയെല്ലാം നമ്മുടെ ഒരു മോണിറ്ററിങ് ഉണ്ടാവണം. അതല്ലാതെ പ്രത്യേകിച്ചും ടീനേജേഴ്സിന് ഒരിക്കലും സ്വന്തമായി അവരുടെ സ്വകാര്യതയിൽ ഉപയോഗിക്കാൻ
ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് കൊടുത്തുകൂടാ. കുട്ടിക്ക് നമ്മൾ ഈമാനിൻ്റെയും തഖ്വയുടെയും എല്ലാം പാഠങ്ങൾ അഭ്യസിച്ചാൽ വലുതാകുമ്പോൾ അവന് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയും, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, എല്ലാം കഴിയും. പക്ഷേ വളരെ ടെൻഡറായ ഏജിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പ്രലോഭിതനാകുന്ന ഒരു പ്രായത്തിൽ നമ്മൾക്ക് കുട്ടികൾക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ ഇത്തരം ഡിവൈസുകൾ കൊടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അഥവാ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശക്തമായ മോണിറ്ററിംഗ് ആ വിഷയത്തിൽ ഉണ്ടാകണം. ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിൽ നമ്മൾ ചെന്ന് ചാടും എന്നതാണ് സത്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സ്ത്രീകളിൽ നിന്ന് മാഷാ അല്ലാഹ് നല്ല പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സമയം തന്നെ തികയത്തില്ലേ എന്ന് ഭയപ്പെടുന്നു. പല ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വീട്ടിൽ TV ഇല്ല, ഞങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നുമില്ല, എന്നാൽ വലിയ കുട്ടികൾ കൂട്ടുകാരിൽ നിന്നും എല്ലാം കാണുന്നു, അതിന് പേരൻസിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു ചോദ്യം. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാണ് ഒരു ഉത്തരം ശരിക്കും. കാരണം നമ്മൾക്ക് പരമാവധി ശ്രദ്ധിക്കാനേ കഴിയൂ. നമ്മുടെ കുട്ടിയെ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ട് ആരോടും സംസാരിക്കാതെ ആരെയും കാണാതെ വളർത്താൻ നമുക്ക് സ്വാഭാവികമായിട്ടും പറ്റൂല. പക്ഷെ അവിടെ എല്ലാ പേരൻസും ഒരുപോലെ ബോധവാന്മാരാകുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. എല്ലാ പേരൻസും ഒരുപോലെ ബോധവാന്മാരാകാനാണ് പരിഹാരം. അവനവൻ്റെ മക്കൾക്ക് ആരും ഇത് കൊടുക്കാതിരിക്കണം, ആരുടെ കയ്യിലും ഇത് ഇല്ലാതിരിക്കണം. അല്ലെങ്കിൽ എന്തിനാണ് ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ? നമ്മളെല്ലാം ആ പ്രായം കഴിഞ്ഞ് വന്നത് ഫോൺ ഉണ്ടായിട്ടോ സ്മാർട്ട് ഫോൺ ഉണ്ടായിട്ടൊന്നും അല്ല. അതിൻ്റെ ഒരു ആവശ്യം അവർക്കില്ല. ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വിവരത്തിനാണ്. ആ വിവരത്തിന് എന്തിനാ സ്മാർട്ട് ഫോൺ? വീട്ടിലൊരു ഡെസ്ക്ടോപ്പ് ഉണ്ടായ പോരെ? ആ ഡെസ്ക്ടോപ്പ് എല്ലായിടത്തും കാണുന്നവരത്ത് വെച്ചാൽ പോരെ? അതിനെക്കുറിച്ച് എല്ലാ രക്ഷിതാക്കളും പൊതുവിൽ ബോധവാന്മാരാവുകയും എല്ലാവരും അവനവൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ടുകളെ നമ്മൾ പരിശോധിക്കണം, ചങ്ങാത്തങ്ങളെ പരിശോധിക്കണം. അവരാരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകണം. ആ സമയത്ത് എന്ത് തരം വിവര കൈമാറ്റങ്ങളാണ് ഇവർ പരസ്പരം നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം. ഏതെങ്കിലും കുട്ടിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ? ആ സ്മാർട്ട് ഫോണിൽ എന്തെങ്കിലും ചീത്ത കാര്യങ്ങളുണ്ടോ? ആ കാര്യങ്ങൾ പരിശോധിക്കാൻ ഇവന് അവസരം കിട്ടുന്നുണ്ടോ? വീട്ടിൽ അനുവദിക്കാത്ത കാര്യങ്ങൾ പുറത്തു പോയി കാണാനും ആസ്വദിക്കാനും കുട്ടി ശ്രമിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജാഗ്രത ആ വിഷയത്തിൽ ഉണ്ടാകണം. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി ജാഗ്രത കാണിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. അത്രയേ നമുക്ക് പുതിയ കാലത്ത് ചെയ്യാൻ കഴിയൂ. പക്ഷേ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. ആ സഹായത്തിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഈ വിഷയാവതരണം പരിപൂർണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഒന്ന് രണ്ട് സംശയങ്ങളുടെ മറുപടി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഈ നമ്മുടെ വീടുകളിൽ നിന്ന് ടെലിവിഷനും സോഷ്യൽ മീഡിയകളും ഇൻ്റർനെറ്റുകളും എല്ലാം പരിപൂർണമായിട്ട് ഒഴിവാക്കിയാൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൗരനാക്കി മാറ്റാൻ നമ്മുടെ കുട്ടികളെ എങ്ങനെ സാധിക്കും? 100% ആത്മീയതയിൽ മാത്രം വളർത്തിക്കൊണ്ടുവന്നാൽ മതിയോ നമ്മുടെ കുട്ടികളെ? അവരെ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാക്കി വളർത്തുവാൻ ഈ മീഡിയകളും സോഷ്യൽ മീഡിയകളും വലിയൊരു പങ്ക് വഹിക്കുന്നില്ലേ? അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് 100% ആത്മീയതയിലേക്ക് മാത്രം കൊണ്ടുവന്നാൽ അങ്ങനെയുള്ളൊരു കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് എന്താണ് ഉസ്താദിൻ്റെ മറുപടി? ചോദിച്ച ചോദ്യം മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ആദ്യം വേണ്ട ഇതെല്ലാം തല്ലിപ്പൊളിക്കാണ് ശരിക്ക്. കാരണം അവരുടെ എല്ലാ സാമൂഹ്യ പ്രതിബദ്ധതയുടെയും വേരുകളടക്കം ഇല്ലാതാക്കുന്ന ഈ സാധനങ്ങളാണ്, ഈ ടെലിവിഷനാണ്, ഈ സോഷ്യൽ മീഡിയയാണ്. എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് അവ വളർത്തുന്നത്? നമ്മുടെ കുട്ടികളുടെ എല്ലാ സാമൂഹിക ബന്ധങ്ങളും അറുത്തു മാറ്റുകയും അവരുടെ സമയം മുഴുവൻ ഒരു സ്ക്രീനിന് മുന്നിലേക്ക് കേന്ദ്രീകരിക്കുകയും അവരെ ആത്മാരാധനക്കാരാക്കി മാറ്റുകയുമാണ് ഈ മാധ്യമങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ കുട്ടികളുടെ കാര്യമായുള്ള പണി ഇപ്പം എന്താ ശരിക്ക്? ഒരു നല്ല സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, അതിന് എത്ര ലൈക്ക് കിട്ടി നോക്കുക, എത്ര ഷെയർ കിട്ടി നോക്കുക, അത് എണ്ണുക, എന്നിട്ട് അതിലൊരു തരം ആത്മരതി അനുഭവിക്കുക, എന്നിട്ട് അടുത്ത ദിവസം പുതിയൊരു സെൽഫി അപ്ലോഡ് ചെയ്യുക. ഈ സെൽഫി എന്ന് പറഞ്ഞ പേര് തന്നെ ശരിക്ക് അതിൻ്റെ എല്ലാ മനോരോഗവും ആ പേര് തന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ലോകത്തിന് മുന്നിൽ എക്സിബിറ്റ് ചെയ്യുക, ഒരു കാര്യമല്ലാതെ ഞാൻ പല പോസിൽ നിൽക്കുന്ന ഫോട്ടോസ് എടുക്കുക, ആ ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക, അതിന് കിട്ടുന്ന ആ കയ്യടികൾ നോക്കുക, ആ കയ്യടികളിൽ നിന്ന് ഞാനൊരു തരം സന്തോഷം അനുഭവിക്കുക. ഇതിന് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നാ പറയാം, ഇതിന് ആത്മാരാധന എന്ന് പറയാം, നാർസിസം എന്നാണ് പറയുക.
നമ്മളെ തന്നെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുന്നു, നമ്മളെ തന്നെ നമ്മൾ വിഗ്രഹമാക്കുന്നു. അതിൻ്റെ അർത്ഥം ഫോട്ടോ എടുക്കാൻ പാടില്ലാന്നോ സെൽഫി എടുക്കാൻ പാടില്ലാന്നോ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഒരു ഫോട്ടോ വെക്കാൻ പാടില്ലാന്നോ അല്ല. പക്ഷേ അതൊരു ഏർപ്പാടായി മാറുന്ന കുട്ടികളുടെ മനഃശാസ്ത്രം എന്താണ്? ഒരു 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 രസികനായ ഒരാൾ പറഞ്ഞ പോലെ, നിങ്ങൾ പിന്നെ നിങ്ങളുടെ പല പോസ്റ്റിലുള്ള ഫോട്ടോ എടുത്തിട്ട് ഒരു ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നു, എന്നിട്ട് ആ ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇങ്ങനെ വിതരണം ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളിങ്ങനെ കൈകെട്ടി ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുന്നു, ആരുടെയൊക്കെ മുഖത്ത് ചിരിയുണ്ട്, ആരുടെയൊക്കെ മുഖത്ത് കൗതുകമുണ്ട്, ആർക്കൊക്കെയാണ് ആദരവ് തോന്നുന്നത് എന്ന് നോക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക? ഭ്രാന്തന്നല്ലേ? അതന്നല്ലേ പണി? അത് കമ്പാർട്ട്മെൻറ്റ് കയറി കൊടുക്കുന്നില്ല എന്നുള്ളൂ. പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ലോകത്തിന് മുന്നിൽ വെക്കുന്നു, എന്നിട്ട് ആർക്കൊക്കെയാണ് അതിനോട് ഒരു തരം കൗതുകം തോന്നുന്നതെന്ന് ഇങ്ങനെ പരിശോധിക്കുന്നു, അതിൽ നമ്മുടെ സമയം ചിലവാകുന്നു, അതിന് ലൈക്ക് അടിച്ചവരോട് നമുക്കൊരു തരം സ്നേഹം തോന്നുന്നു, അത് ഷെയർ ചെയ്തവരോട് അതിലേറെ സ്നേഹം തോന്നുന്നു, അതിന് നല്ല കമൻ്റ് എഴുതിയവരോട് ഒരു പ്രത്യേക തരം പ്രതിബദ്ധത നമുക്ക് തോന്നുന്നു. എന്തിനത്? ഒരു നന്മയെ അംഗീകരിച്ചവരോടല്ല, ഏതെങ്കിലും ഒരു സേവനം ചെയ്തതിന് അംഗീകാരം കിട്ടിയെന്നല്ല, എൻ്റെ മുഖം കണ്ടിട്ട് ചിരിച്ചതിന്, അതിന് നമുക്കൊരാളോട് പ്രത്യേക കമ്മിറ്റ്മെൻ്റ് അനുഭവപ്പെടുന്നു. ഇത് മനോരോഗമാണ്. ഈ മനോരോഗമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യണത്. അതാണ് പറഞ്ഞത്, ആ മനോരോഗത്തിൽ നിന്നാണ് സ്വന്തം വീട്ടുമുറ്റത്ത് റോട്ടിലൊരു അപകടം ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യലാണ്, അതല്ലാതെ അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കലല്ല എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടാവുന്നത്. ടെലിവിഷൻ എന്ന് പറയുന്ന സാധനം, അതിൽ വരുന്ന സെക്സും അതിൽ വരുന്ന ക്രൈമും അതിൽ വരുന്ന വയലൻസും നമ്മുടെ കുട്ടികളെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ എല്ലാ തലങ്ങളിൽ നിന്നും അടർത്തി മാറ്റുകയും വളരെ ഭീകരമായ കുറ്റകൃത്യങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ ഈ തരം മായാവലയങ്ങളൊന്നുമില്ലാത്ത, ഇലക്ട്രോണിക് മീഡിയയുടെ അതിപ്രസരമില്ലാതിരുന്ന, കുട്ടികൾ ഒരുമിച്ച് കളിച്ച, പരസ്പരം വീടുകളിൽ പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച, സ്കൂളുകളിൽ വികാരങ്ങളും സ്നേഹങ്ങളും എല്ലാം ഒരുമിച്ച് പങ്കിട്ട, കുടുംബ സന്ദർശനങ്ങൾ നടത്തിയ തുറസ്സുകൾ നമ്മുടെ നാട്ടിൽ നിലനിന്ന കാലത്താണ്. ആ തുറസ്സുകളിലേക്കാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകേണ്ടത്. ഈ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ട് സാമൂഹ്യ ബന്ധങ്ങളിലേക്കാണ് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകേണ്ടത്. അവൻ്റെ അയൽവാസിയെ അറിയട്ടെ, അവൻ്റെ ബന്ധുക്കളെ അറിയട്ടെ, കുടുംബക്കാരറിയട്ടെ, കൂട്ടുകാരറിയട്ടെ, അവരുടെ വീടുകളിൽ പോകട്ടെ, ഒരുമിച്ച് മൈതാനങ്ങളിൽ വന്ന് കളിക്കട്ടെ, ആ കളിയിൽ നിന്ന് സൗഹൃദത്തിൻ്റെയും സാമൂഹ്യ ബന്ധത്തിൻ്റെയും പാഠങ്ങൾ അഭ്യസിക്കട്ടെ, അവർ വായിക്കട്ടെ, വായനയിൽ നിന്ന് വലിയ ചിന്തകളും ആശയങ്ങളും അവർക്കുണ്ടാകട്ടെ. അവക്കെല്ലാം പകരം ഇവയാണ് സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക എന്ന നമ്മുടെ ധാരണ തെറ്റാണ്. അതേസമയം ഇത്തരം വിഷയങ്ങളിൽ ഒരു നിരക്ഷരത നമ്മുടെ കുട്ടിക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളത് ശരിയാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്ത, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത, കാലത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് മനസ്സിലാകാത്ത ഒരാളായിട്ട് നമ്മുടെ കുട്ടി മാറരുത്. അതിന് കുട്ടിയെ അവയുമായി നമ്മൾ പരിചയപ്പെടുത്തണം. പക്ഷേ അവർക്ക് അഡിക്റ്റ് ആകുന്ന ഒരു രീതിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിക്കലും വളർത്തരുത്. പക്ഷേ നമ്മൾ 10 വരെയാണ് ഈ പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത ചോദ്യം, കുട്ടികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സ്വാലിഹായ സന്താനങ്ങളായി വളരുവാനും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, പേരൻസ് ഇവിടെയും നാട്ടിൽ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കാനുള്ള ഉപദേശം ചുരുക്കി പറയാമോ? മക്കൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാന്നാണ്. ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഓർമ്മശക്തി ഉണ്ടാവില്ല, എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബുദ്ധിശക്തി ഉണ്ടാവില്ല. ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ള ബുദ്ധിയാണ് പറയുന്നത്. പല കുട്ടികൾക്ക് പല ടൈപ്പ് ബുദ്ധിയായിരിക്കും. ഇൻ്റലിജൻസ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ അത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും പറയും എല്ലാ കുട്ടികളും ഒരേപോലെയാണ്, എല്ലാവർക്കും പടച്ചവൻ കഴിവ് കൊടുത്തത് ഒരേപോലെയാണ്. അങ്ങനെയൊന്നുമല്ല. പടച്ചവൻ പലർക്കും പല കഴിവുകളാണ് കൊടുത്തത്. ചിലർക്ക് പഠിക്കാനുള്ള കഴിവ്, ചിലർക്ക് അപഗ്രഥിക്കാനുള്ള കഴിവ്, ചിലർക്ക് മനഃപ്പാടമാക്കാനുള്ള കഴിവ്, ചിലർക്ക് നന്നായി ചിന്തിക്കാനുള്ള കഴിവ്, ചിലർക്ക് നന്നായി ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ്, ചിലർക്ക് നല്ല കലാപരമായ കഴിവുകൾ. അങ്ങനെയൊക്കെയാണ് പടച്ചവൻ ഇത് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു പാഠപുസ്തകം പഠിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് മനഃപ്പാടമാക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരേപോലെ അല്ല അള്ളാഹു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടിക്ക് പഠിക്കുവാൻ ആവശ്യമായ, പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുവാൻ ആവശ്യമായ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ തലച്ചോറിൻ്റെ നല്ലൊരു ശതമാനവും ഇപ്പോൾ കവർന്നെടുക്കുന്നത് ശരിക്കും വീഡിയോസാണ്. ഈ വീഡിയോസ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാഥമിക ബോധ്യമുള്ള ആർക്കും അറിയാം, വീഡിയോസിന് ഭയങ്കര ഫയൽ സൈസ് ആയിരിക്കും. നമ്മളൊരു കമ്പ്യൂട്ടറിൽ കുറേ ഫയൽ സൈസുള്ള സാധനങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ മെമ്മറി അത് കേടുവരും.
മെമ്മറി കേടുവരിക എന്ന് പറഞ്ഞാൽ ആ മെമ്മറിയിൽ പിന്നെ സ്പേസ് വളരെ കുറവായിരിക്കും, പിന്നെ കുറച്ച് കാര്യങ്ങൾ അതിൽ സ്റ്റോർ ചെയ്തെക്കാൻ കഴിയും. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ കാണുന്ന വീഡിയോ ദൃശ്യങ്ങൾ സേവ് ചെയ്തെക്കാൻ ഒരുപാട് സ്പേസ് ആവശ്യമുണ്ട്. ആ സ്പേസ് എല്ലാം ഈ വീഡിയോസ് കവർന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സേവ് ചെയ്തെക്കാൻ വളരെ കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ. അവിടെ ആ വീഡിയോസ് ആദ്യം തലച്ചോറിന് ഡെലിറ്റ് ചെയ്യണം. ഈ വീഡിയോസ് മുഴുവൻ തലച്ചോറിൽ സേവ് ചെയ്തെക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. ശരിക്കും വീഡിയോസിൻ്റെ ഒരു പ്രളയത്തിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി പുസ്തകങ്ങളുടെ ഒരു പ്രളയത്തിൻ്റെ നടുവിലേക്ക് അവനെ എടുത്തെറിയണം. അപ്പോഴാണ് ഓർമ്മശക്തി ഉണ്ടാവുക, അപ്പോഴാണ് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റുക, അപ്പോഴാണ് തലച്ചോറിൽ അതിന് സ്പേസ് ഉണ്ടാവുക. അത് വസ്തുനിഷ്ഠമായൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം പറയുന്നതാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, സ്വാലിഹായി മക്കൾ വളർന്നു വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ആ കാര്യങ്ങളെല്ലാം കൂടി ഒരു ഉത്തരത്തിൽ പറയുക എന്നത് പ്രയാസകരമാണ്. സഹോദരി, നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദീനിനോട് കുട്ടിയിൽ സ്നേഹം വളർത്തുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ നടത്തുകയും ദീനിനോട് ഒരിക്കലും വെറുപ്പും വിദ്വേഷവും അവനിൽ വളരാതിരിക്കാനുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ അവനെ പങ്കെടുപ്പിക്കുകയും മതപരമായ ഉത്ബോധനങ്ങൾക്ക് കൂടെ കൊണ്ടുപോവുകയും എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമെല്ലാം അവനോട് സംസാരിക്കുകയും എല്ലാമാണ് അതിനുള്ള വഴി. നമ്മൾ പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നേരത്തെ ശൈശവത്തിനെ കുറിച്ച് പറഞ്ഞു. ശൈശവത്തിലാണ് തലച്ചോറ് വളരുന്നത് എന്ന് പറഞ്ഞു. ആ തലച്ചോറ് വളരുന്ന പ്രായത്തിൽ കുട്ടിയെ നന്മയുടെ ഒരു അന്തരീക്ഷത്തിൽ തളച്ചിടാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഖുർആനുമായി കുട്ടിക്ക് ബന്ധമുണ്ടാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ല പ്രായം എന്ന് പറഞ്ഞാൽ ശരിക്കും ശൈശവമാണ്. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമ്മൾ ഖുർആൻ പാരായണത്തിൻ്റെ ശ്രുതിമധുരമായ റെക്കോർഡിങ്ങുകൾ, അത് ലോകപ്രശസ്തരായ കാരിയുകളുടെ ഖുർആൻ പാരായണങ്ങൾ നമ്മൾ കുട്ടിയെ കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ കുട്ടി ഒരു 3 മാസമായ കുട്ടി, 4 മാസമായ കുട്ടി, 6 മാസമായ കുട്ടി ഇത് കേട്ടുകൊണ്ടേയിരുന്നാൽ അവൻ്റെ തലച്ചോറിലേക്ക് ഖുർആൻ കടന്നു കയറുകയും ഖുർആനുമായുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടിയിൽ വളർന്നു വരികയും ചെയ്യും. അവൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹൃദിസ്ഥമാക്കിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ, തജ്വീദ് അനുസരിച്ച് പാരായണം നടത്താനുള്ള പരിശീലനം നടത്തിയാൽ കുട്ടിക്ക് വളരെ എളുപ്പത്തിലെടുത്ത് പഠിച്ചെടുക്കാൻ കഴിയും. മുതിർന്ന ശേഷം ഖുർആൻ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ചെറിയ പ്രായത്തിൽ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ ശരിയായി സുന്ദരമായി പഠിക്കുവാൻ ആവശ്യമായ സ്കൂളുകൾ ഉണ്ടാകുന്നതും ആ സ്കൂളുകളോട് സമുദായം വലിയ രീതിയിൽ സഹകരിക്കുന്നതെല്ലാം അത് ആ ലെവലിൽ വിജയിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം നന്മയുടെ തുരുത്തുകളിലേക്ക് കൊണ്ടുപോവുകയും ആ അന്തരീക്ഷത്തിൽ അവരെ വളർത്തുകയുമാണ് അതിന് ചെയ്യേണ്ടത്. അത് വിശദമായി മറുപടി പറയേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴായി നമ്മൾ പറയുന്നതാണ്. അടുത്തത് എന്തായിരുന്നു, ഞാൻ മറന്നു. രക്ഷിതാക്കൾ ഇവിടെയും പിന്നെ മക്കൾ നാട്ടിലുമാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇത് പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. പാരൻറ്റിങ് സയൻസിൻ്റെ രംഗത്തെ എക്സ്പേർട്ടുകൾ ഇതിനെക്കുറിച്ച് പിന്നെ റിമോട്ട് പാരൻറ്റിംഗ് എന്നാണ്. രക്ഷിതാവ് സ്ഥലത്തില്ല, രക്ഷിതാവ് ദൂരെയാണ്, കുട്ടി വേറൊരു സ്ഥലത്താണ്. ആ ദൂരെ ഇരുന്നു കൊണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനാണ് സാധാരണ നിലക്ക് റിമോട്ട് പാരൻറ്റിംഗ് എന്ന് പറയാം. ഈ റിമോട്ട് പാരൻറ്റിംഗ് പരാജയപ്പെടുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല പ്രശ്നങ്ങളുടെയും ഒരു അടിസ്ഥാനം. ഉപ്പ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഗൾഫിലേക്ക് പോകുന്നു, ഗൾഫിൽ അത്യധ്വാനം ചെയ്യുന്നു, മകനെ വലിയ ആളാക്കാൻ വേണ്ടി വിയർപ്പൊഴുക്കുന്നു, പ്രയാസപ്പെട്ട് പണം നാട്ടിലേക്ക് അയക്കുന്നു, മകൻ്റെ കയ്യിൽ സ്ഥിരമായി പണം കിട്ടുന്നു. ഈ പണത്തിൻ്റെ വില അവൻ അറിയില്ല, മൂല്യം അറിയില്ല. ഉപ്പയെ അവൻ കാണുന്നത് കേവലം ഒരു കറവപ്പശു മാത്രമായിട്ടാണ്. ആ പണവുമായി അവൻ നാട്ടിലിറങ്ങുന്നു, അവൻ്റെ കൂട്ടുകാരെ സൽക്കരിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുന്നു, എല്ലാതരം മൂല്യബോധവും അവൻ്റെ തലച്ചോറിൽ നിന്ന് ചോർന്നു പോകുന്നു. വീട്ടിൽ ഉപ്പയില്ലാത്തത് കൊണ്ട് തന്നെ അവനെ നിയന്ത്രിക്കാൻ ആളില്ല, അവൻ്റെ കൂട്ടുകാരാണെന്ന് പരിശോധിക്കാൻ ആളില്ല, എല്ലാത്തരം തമ്മാടിത്തങ്ങളും അവൻ ചെയ്യുന്നു. പലപ്പോഴും തിന്മകളിലേക്ക്, മദ്യപാനം അടക്കമുള്ള വലിയ വഴികേടുകളിലേക്ക് അവൻ വഴുതി വീണു പോകുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അവിടെ തീർച്ചയായും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് സമ്പത്തല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് പണമല്ല, നല്ലൊരു വീടുണ്ടാക്കലല്ല, നല്ലൊരു കാറ് വാങ്ങലല്ല, ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കലല്ല, മറിച്ച് നമ്മുടെ മക്കൾ ശരിയായ രീതിയിൽ വളർന്നു വരലാണ്. ആ മക്കളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ ദൂരെ നിന്നുകൊണ്ട് നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ പ്രവാസം തിരഞ്ഞെടുക്കരുത്, നാട്ടിലെ ദാരിദ്ര്യം നമ്മൾ തിരഞ്ഞെടുക്കണം. എന്നാൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ കഴിയും എന്നതാണ് ശരിക്കും അനുഭവ പാഠം. നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ കഴിയും. അതിന് മോണിറ്ററിങ് വേണം. എന്താണ് നമ്മുടെ മകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ നാട്ടിൽ എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നാട്ടിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ആവശ്യമായ തിരുത്തലുകളും ഇടപെടലുകളും നടത്തുകയും ചെയ്യാൻ ഓരോ സമയത്തും നമുക്ക് പറ്റണം. വളരെ സങ്കടമാണ്. പ്രയാസപ്പെട്ട് മരുഭൂമിയിൽ വന്ന് വിയർപ്പൊഴുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന വാപ്പാൻ്റെ മോൻ നാട്ടിലൊരു കള്ളുകുടിയനായി മാറുന്നു.
എന്നിട്ട് നാട്ടുകാരാണ് ഏറ്റവും ഉഷാറ്. അവരിത് വാപ്പാനോട് മാത്രം പറയൂല, നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കും. നാട്ടിൽ മുഴുവൻ ഇത് പറഞ്ഞു നടന്ന് എല്ലാവരെയും അറിയിച്ച് നാട്ടിൽ ഭയങ്കര ചർച്ചാ വിഷയമാക്കി ആ മകൻ്റെ ഭാവി തന്നെ തകർത്ത് ഇനി അവൻ ആഗ്രഹിച്ചാൽ പോലും കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവനാക്കി മാറ്റും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞ് വാപ്പ നാട്ടിൽ വന്നാൽ ഉമ്മ അറിഞ്ഞാൽ പോലും ഉപ്പാനോട് പറയൂല, ഉപ്പാനോട് പറയാതെ മറച്ചു വെക്കും. എന്നിട്ട് മകനെ സംരക്ഷിക്കും. അവസാനം ഉപ്പ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ പാകത്തിൽ ഈ വാർത്ത എവിടെന്നെങ്കിലും അറിയും. ഇത് എന്തിനാണ് നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്കറിയില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവൻ്റെ പേരൻസിനെയാണ് അറിയിക്കേണ്ടത്, ശ്രദ്ധിക്കാൻ പറയേണ്ടത്, തിരുത്താൻ പറയേണ്ടത്. അത് പറയാൻ കഴിയുന്ന അത്തരം ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. ഇതേപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യം. പെൺകുട്ടികൾ ശരിക്കും കോളേജുകളിലേക്ക് പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് ഇസ്ലാമികമായ ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾ കോളേജ് ക്യാമ്പസിനുള്ളിലെത്തിയാൽ തട്ടമൂരി വെക്കുകയും ഫാഷനബിളായ ട്രെൻഡിയായ വസ്ത്രങ്ങൾ ധരിക്കുകയും ആൺകുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയും എല്ലാം ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഒന്ന് ചിരിച്ചു കാണിച്ചാൽ ബസ്സിലെ കണ്ടക്ടർ ഒരു പഞ്ചാര വാക്ക് പറഞ്ഞാൽ അതിൽ വീണു പോകുന്ന വിവരദോഷികളായി നമ്മുടെ പെൺകുട്ടികൾ ചിലപ്പോഴെങ്കിലും മാറിപ്പോകുന്നുണ്ട്. ഇത് നമ്മുടെ കൗൺസിലിംഗ് ടേബിളുകൾക്ക് മുന്നിൽ എത്തുന്ന കഥകൾ അത് നേർക്ക് നേരെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. MBBS പഠിക്കുന്ന പ്രവാസിയായ ഉപ്പയുടെ മകൾ, ഉപ്പ പ്രയാസപ്പെട്ട് അയച്ച പണം കൊണ്ട് നേടിയെടുത്ത MBBS സീറ്റാണ്. ആ MBBS പഠിക്കുന്ന കുട്ടി വന്ന് പറയുന്നത് ഏതോ ലോറി ഡ്രൈവറുടെ കൂടെ അവൾക്ക് പോകണം എന്നാണ്. ഒരു വിവരവും ഒരു വിദ്യാഭ്യാസവും ഒരു സംസ്കാരവും ഇല്ലാത്ത ഏതോ ഒരാൾ അയാളുടെ കൂടെ പോകണമെന്ന് പറയാണ്. കുറേ മുസ്ലിം പെൺകുട്ടികൾ അവർക്ക് ഏതൊക്കെയോ അമുസ്ലിം പുരുഷന്മാരുടെ കൂടെ ഒളിച്ചോടി പോകണമെന്ന് പറയുന്നു. അതുവരെ നോക്കിയ ഉമ്മാനെ വേണ്ട, അതുവരെ നോക്കിയ ഉപ്പാനെ വേണ്ട, ആരും വേണ്ട, ഇന്നലെ കണ്ടൊരു പുരുഷനെ മതി. ഈ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ തലച്ചോറുകൾ നേടിയെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ തന്നെ വേറൊരു ഇമ്പാക്റ്റ് ശരിക്കും അതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രണയങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത, പരസ്പരം ഒരു പരിചയവുമില്ലാത്ത വിദൂര ദേശങ്ങളിൽ കിടക്കുന്ന ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ നടത്തുന്ന ചാറ്റിംഗ് വഴി, വാട്സപ്പിൽ നടത്തുന്ന ചാറ്റിംഗ് വഴി, അതിനെല്ലാം പറ്റിയൊരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ. കാരണം പ്രണയത്തെ വാക്കുകൾ കൊണ്ട് ആവിഷ്കരിക്കുവാൻ കഴിയാത്ത പ്രണയത്തെ സിംബലുകൾ കൊണ്ട് ആവിഷ്കരിക്കുവാൻ പറ്റിയ ഇമേജറികൾ കൊണ്ട് സമ്പന്നമാണ് യഥാർത്ഥത്തിൽ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെ എല്ലാം കീബോർഡ്. അവിടെ അത്തരം ചിഹ്നങ്ങളിലൂടെ, അത്തരം വാക്കുകളിലൂടെ, മധുരം പുരട്ടിയ വർത്തമാനങ്ങളിലൂടെ ഇവർ പരിചയപ്പെട്ട് അത് സ്ഥിരമായ ചാറ്റിംഗ് ആയി മാറുന്നു. അത് കുറച്ച് കഴിഞ്ഞ് മൊബൈൽ ഫോണിലെ വിളിയായി മാറുന്നു. ഇവർ അനുരാഗബദ്ധരാകുന്നു, അവസാനം കല്യാണം കഴിക്കുന്നു. ദൂരദേശങ്ങളിൽ കിടക്കുന്ന ഏതോ ഒരാണിൻ്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് എന്നെ അവനുമായി കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പെൺകുട്ടികൾ. ഇതൊന്നും നമ്മൾ വെറുതെ ഒരു വർത്തമാനം പറയുന്നതല്ല, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. ചില കല്യാണങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഒരുപാട് ദൂരത്ത് നടക്കുന്ന ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, എങ്ങനെയാണ് ഇവർ തമ്മിൽ പ്രണയം ഉണ്ടായതെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ വഴി എന്നാണ് ഉത്തരം. ഇവിടെ നമ്മുടെ കുട്ടികളെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത് കെണിയാണ് എന്നവരെ പഠിപ്പിക്കണം. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ ശരീരം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പെൺവേട്ടയാണത്. ആ വലയിൽ നിങ്ങൾ കുരുങ്ങിപ്പോകരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തരുന്ന പുരുഷനെയാണ്, അവനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന പാഠം അവരെ പഠിപ്പിക്കണം. ശക്തമായ ധാർമ്മികതയുണ്ടാക്കണം. ഇതിലെല്ലാം നമ്മൾ പരാജയപ്പെട്ടാൽ തീർച്ചയായും അതിൽ വലിയ ദുരന്തം ഉണ്ടാകും. അങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ അടിസ്ഥാനപരമായ ആവശ്യം ശ്രദ്ധയാണ്. നാട്ടിലേക്ക് വിളിച്ചു ചോദിക്കലാണ്, കാര്യങ്ങൾ അന്വേഷിക്കലാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയലാണ്. എന്നിട്ട് ഇടപെടേണ്ടടുത്ത് ഇടപെടലാണ്. അതിനു പകരം നമ്മുടെ മക്കളെ നമ്മൾ അന്ധമായി വിശ്വസിക്കുകയും അവരങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന് കരുതുകയും നമ്മളിവിടെ സുഖമായി അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്താൽ ഒരുപക്ഷെ കുറേ കഴിയുമ്പോൾ നമുക്ക് ഇത്തരം ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരും. ആ വാർത്തകൾ കേൾക്കാതിരിക്കാൻ മോണിറ്ററിംഗ് ആണ് ആവശ്യം, ശ്രദ്ധയാണ് ആവശ്യം, ജാഗ്രതയാണ് ആവശ്യം. ചോദ്യം സ്ത്രീകളെ വന്നില്ല, അതോടെ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. കുട്ടികളെ മറ്റ് കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ത് മനോഭാവമാണ് അവരിലുണ്ടാവുന്നത്? അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണ് ഉണ്ടാവുന്നത് എന്നത്, ഒപ്പം തന്നെ തൻ്റെ മക്കൾ ഡോക്ടറാവണം, എൻജിനീയർ ആവണം എന്നവരെ നിർബന്ധിക്കുകയും അതുപോലുള്ള ഈ കുട്ടികളെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നത് എത്രത്തോളം
ആരോഗ്യകരമാണ് എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാക്കലും മതിയാക്കാൻ സമയം. സത്യസന്ധമായി പറഞ്ഞു, നമ്മുടെ സമുദായത്തിന് ഇനി എഞ്ചിനീയർമാരൊന്നും ആവശ്യമില്ല. മലപ്പുറത്ത് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ നിറവുന്ന് താഴേക്ക് തുപ്പിയാൽ ഒരു എഞ്ചിനീയർ തലയൊക്കെ വീഴുക. അതിന് മാത്രം എഞ്ചിനീയർമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്തിനാണ് ഈ ബിടെക് എടുത്ത ആൾക്കാർ മുഴുവൻ ഒരു പണിയില്ലാതെ നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്? എന്നിട്ട് എവിടെയാണ് ജോലി എന്ന് ചോദിക്കുന്നത്. ജോലി പിന്നെ ഏതെങ്കിലും കമ്പനി കയറുന്നത്, കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പുറത്താകുന്ന അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡോക്ടർമാരും ശരിക്ക് അത്ര അല്ലാന്ന് ചിലപ്പോൾ പറയാം. പക്ഷേ ഈ ബിടെക് എന്ന് പറഞ്ഞ ഏർപ്പാട് അതെന്തോ മഹാസംഭവമാക്കി നമ്മുടെ കുട്ടികളെ മുഴുവൻ അതിൻ്റെ പിന്നിൽ ഓടിച്ച് അതിനു വേണ്ടി പണിയെടുപ്പിച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഇങ്ങനൊന്നും പ്രയാസപ്പെടണം. എന്നിട്ടോ ഈ വീട്ടക്കാർ മുഴുവൻ അവർക്ക് 10 ബാക്ക് പേപ്പർ ഉണ്ടാവും. എന്നിട്ട് ആ പേപ്പർ എഴുതിയെടുക്കുന്ന തിരക്കിലായിരിക്കും. ആ കോഴ്സ് കഴിയണത് ബിടെക്കിൻ്റെ 4 കൊല്ലം കഴിഞ്ഞ് പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും കമ്പനീൻ്റെ മുന്നിൽ വരിയേക്കുമ്പോഴേക്കും അടുത്ത ഫൈനാൻഷ്യൽ ക്രൈസിസ് വരും. എന്നിട്ട് ഉള്ള കമ്പനികൾ മുഴുവൻ പുറത്താക്കും, പിരിച്ചുവിടും. എന്നിട്ട് അടുത്ത ജോലി അന്വേഷിച്ച് നടക്കും. എന്തിനാണ് ഇതെല്ലാം? ഇത് ശരിക്കും മുസ്ലിം സമൂഹത്തിന് ഇപ്പോൾ ആവശ്യമുള്ളത് ഡോക്ടർമാരെയോ എഞ്ചിനീയർമാരെയോ അല്ല. നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ രാജ്യത്ത് നീണ്ട 6 പതിറ്റാണ്ടുകൾ 7 പതിറ്റാണ്ടുകൾ നമ്മൾ ജീവിച്ചിട്ടൊരു മുസ്ലിം പ്രധാനമന്ത്രി ഈ നാട്ടിലുണ്ടായിട്ടില്ല. നമുക്കറിയണത്. നമ്മൾ ഇപ്പോൾ ഉള്ള ഇന്ത്യയുടെ ഭീകരമായ അവസ്ഥയിൽ ഭരണകൂടം ഫാഷിസ്റ്റുകളുടെ കയ്യിലേക്ക് പോകുന്നതിനെ കുറിച്ചെല്ലാം നമ്മളിങ്ങനെ ബേജാറാവുകയാണ്. എന്തുകൊണ്ട് ഒരു മുസ്ലിം പ്രധാനമന്ത്രിയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയില്ല? നമ്മൾ വലിയ സാമൂഹിക മുന്നേറ്റം നടത്തിയെന്ന് പറയുന്ന കേരള സംസ്ഥാനത്ത് ഒരു അക്ഷരത്തെറ്റ് പോലെ കുറച്ച് മാസക്കാലം ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായത് ഒഴിച്ചു നിർത്തിയാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല. നമ്മൾ എത്ര IAS ഉദ്യോഗസ്ഥരെ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് പറ്റി? എത്ര IASകാരെ സിവിൽ സർവീസിൽ എത്ര ആളെ പറഞ്ഞേക്കാൻ നമുക്ക് പറ്റി? നമുക്ക് എത്ര IPSകാരുണ്ടാക്കാൻ പറ്റി? എത്ര മാധ്യമ പ്രവർത്തകരുണ്ടാക്കാൻ പറ്റി? എത്ര ബുദ്ധിജീവികൾ ഉണ്ടാക്കാൻ പറ്റി? എത്ര വക്കീലുമാരുണ്ടാക്കാൻ പറ്റി? എത്ര ജഡ്ജിമാരുണ്ടാക്കാൻ പറ്റി? കോടതികൾ നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്നില്ല എന്ന് നമ്മളിങ്ങനെ പരാതി പറയുന്നുണ്ടല്ലോ. എത്ര ന്യായാധിപന്മാരെ ഈ കാലത്തിനടുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി? കേരളത്തിലെ മുസ്ലിം സൊസൈറ്റി വലിയ സാമൂഹിക മുന്നേറ്റം നടത്തിയെന്ന് പറയുന്നത് ശരിക്കും ഈ പ്രൊഫഷണൽ രംഗത്താണ്. ഡോക്ടർമാരെ കൊണ്ടും എഞ്ചിനീയർമാരെ കൊണ്ടും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മലബാറിലെങ്കിലും ഇങ്ങോട്ട് സാച്ചുറേറ്റഡായി മാറിയിട്ടുണ്ട്. അതേസമയം മറ്റൊരുപാട് രംഗങ്ങളിൽ വളരെ ഭീകരമായ വിടവുകൾ നിലനിൽക്കുന്നു. ആ വിടവുകളിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു പോകണം. നമ്മുടെ കുട്ടികളെ വലിയ എഴുത്തുകാരാക്കുന്നതിനെക്കുറിച്ച്, ബുദ്ധിജീവികളാക്കുന്നതിനെക്കുറിച്ച്, സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാക്കുന്നവരെക്കുറിച്ച്, അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നവരാക്കുന്നവരെക്കുറിച്ച്, അഴിമതിയില്ലാത്ത കരിഞ്ചന്തയില്ലാത്ത നല്ല മന്ത്രിമാരാക്കുന്നതിനെക്കുറിച്ച്, ന്യായാധിപരാക്കുന്നതിനെക്കുറിച്ച്, അഭിഭാഷകരാക്കുന്നതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ചിന്തിക്കണം. അതിലേക്കെല്ലാം നമ്മുടെ തലച്ചോറ് പോകണം. പറഞ്ഞെന്താ വെച്ചാൽ ഇനി ആരും എൻട്രൻസ് എഴുതിക്കണ്ടാന്നോ എഞ്ചിനീയറിംഗിന് പോകണ്ടാന്നോ മെഡിക്കലിന് പോകണ്ടാന്നൊന്നും അല്ല. അതിന് പറ്റുന്നവരുണ്ടാകും. ആ പറ്റുന്ന കുട്ടികളെ നമ്മൾ അതിന് പറഞ്ഞേക്കുക. അതല്ലാത്ത കുട്ടികളെ ഇപ്പോൾ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ, മാനവിക വിഷയങ്ങൾ പഠിക്കാൻ ഇതിനൊന്നും ആളില്ല എന്ന് നമ്മൾ വിചാരിക്കും. എന്തിനാണ് ഹ്യൂമാനിറ്റീസിനെ കുട്ടീനെ പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും ഒരു കുട്ടി അവന് ചരിത്രം പഠിക്കാനാണ് ഭയങ്കര താല്പര്യം എന്നുള്ളതുകൊണ്ട് ഹിസ്റ്ററിക്ക് പോയി ചേർന്നാൽ അവനങ്ങനെ എന്തോ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റൊക്കെ കൊടുക്കേണ്ട എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ സമൂഹം അവനങ്ങനെ നോക്കുക. കാരണം ഹ്യൂമാനിറ്റീസോ ഇങ്ങനൊന്നുമില്ല. നമ്മൾ സയൻസ് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കേണ്ട ഒരു സ്ട്രീമാണത്. അപ്പോൾ പോലും നമ്മൾ കൊമേഴ്സിനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. കാരണം നമ്മൾ അങ്ങേയറ്റം പൈസനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന, എങ്ങനെ ഒരു പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രം ആലോചിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറുന്നു. മുസ്ലിങ്ങൾ അങ്ങനെ മാറരുത്. നമ്മൾ സമൂഹത്തിന് സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുന്ന വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ആലോചിക്കണം. കുട്ടികൾ മാനവിക വിഷയങ്ങൾ പഠിക്കട്ടെ, സാമൂഹിക ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, സാഹിത്യം പഠിക്കട്ടെ, മതവിഷയങ്ങൾ പഠിക്കട്ടെ, അറബി ഭാഷ പഠിക്കട്ടെ, ദീനീ വിഷയങ്ങളിൽ ആഴമുള്ളവരാകട്ടെ. അതെല്ലാം ആകട്ടെ. പടച്ചവൻ്റെ വേണ്ടുകൊണ്ട് ആരും ജീവിക്കാൻ ഈ ദുനിയാവിൽ കുടുങ്ങൂല. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകും വേണ്ട. നമ്മൾ നല്ല വിവരമുള്ളവരാണെങ്കിൽ, നമുക്ക് കഴിവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ ഭൂമിയിൽ അഭിമാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അത് ഇന്ന വിഷയം പഠിച്ചവരെ ജീവിക്കാൻ പറ്റുമെന്ന് ഉണ്ടാകില്ല. അത്തരം വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെ വഴിതിരിച്ചു വിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും എൻജിനീയറിംഗ്, മെഡിക്കൽ മേഖലകളിൽ താല്പര്യമില്ലാത്ത കുട്ടികളെ ദയവ് ചെയ്ത് നമ്മൾ ആരും അതിന് നിർബന്ധിക്കരുത്. അവർക്ക് താല്പര്യമുള്ള, അവർക്ക് അഭിരുചിയുള്ള വിഷയങ്ങളിലേക്ക് അവരെ കടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. പിന്നെ ആദ്യം ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ഈ 2 ചോദ്യം എപ്പം ചോദിച്ചാൽ എപ്പോഴും മറക്കും. താരതമ്യം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പണിയാണ് ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും പടച്ചോൻ കൊടുത്തത് ഒരേ തലച്ചോറല്ല. ഒരു സെൻസിൽ ഒരേ തലച്ചോറാണ്, എല്ലാവർക്കും ഒരേ തലച്ചോറാണ്. പക്ഷേ ഓരോ കുട്ടിയും ശൈശവത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ തലച്ചോറ് ഡെവലപ്പ് ചെയ്തു വരുന്നത് വ്യത്യസ്ത രീതികളിലാണ്.
ഓരോ കുട്ടിക്കും ഡെവലപ്പ് ചെയ്യുന്നത് പ്രത്യേക തരം ഇൻ്റലിജൻസുകളാണ്. ആ ഇൻ്റലിജൻസുകൾ വെച്ച് ഓരോ കുട്ടിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അവിടെ എല്ലാ കുട്ടിക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുമെന്നോ പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നോ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ കുട്ടിക്ക് അവൻ്റേതായൊരു കഴിവുണ്ടാകും. ആ കഴിവിനെ നമ്മൾ കണ്ടെത്തണം. ആ കഴിവ് ബൂസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ആ കഴിവിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അതല്ലാതെ അയൽവാസിയായ കുട്ടി എന്താണോ ചെയ്യുന്നത് അതന്നെ നമ്മുടെ കുട്ടി ചെയ്യണം നമ്മൾ പറയരുത്. അങ്ങനെ പറയുന്നതിന് പകരം നമ്മുടെ കുട്ടിയുടെ തനതായ സർഗാത്മകത എന്താണെന്ന് മനസ്സിലാക്കുകയും ആ സർഗാത്മകത വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അപ്പുറത്തുള്ള ആൾ കണ്ടില്ലേ, അവനക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ട് നീ ഇങ്ങനെ നടന്നോ എന്ന് പറയുന്ന വർത്തമാനം, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയുന്ന വർത്തമാനം നമ്മുടെ കുട്ടിയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അത്തരം താരതമ്യങ്ങൾ നമ്മൾ ഒരിക്കലും നടത്തരുത്. ഓരോ കുട്ടിക്കും അവൻ്റേതായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ അള്ളാഹു അവന് സവിശേഷമായി സമ്മാനിച്ചതാണ്. ആ കഴിവുകളെ പരിപോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാ കുട്ടികളെയും ഒരേ അച്ചിൽ വാർത്തെടുക്കാനല്ല. അത്തരം താരതമ്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഒരു വേള അള്ളാഹുവിനോടുള്ള നന്ദികേടുമാണ്. കാരണം അള്ളാഹു നമ്മുടെ കുട്ടിക്ക് നൽകിയ കഴിവ് കാണാതെ അപ്പുറത്തുള്ള കുട്ടിയുടെ കഴിവായിരുന്നു എൻ്റെ കുട്ടിക്കും കിട്ടേണ്ടിയിരുന്നത് എന്ന് നമ്മൾ പറയുന്നത് പടച്ചവനോട് തന്നെയുള്ള നന്ദികേടാണ്. അതിലപ്പുറം നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ തകർക്കുന്നതിന് തുല്യമാണ്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നെക്കുറിച്ച് അഭിപ്രായമില്ല, അപ്പുറത്തുള്ള ആളെക്കുറിച്ചാണ് അഭിപ്രായം എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതോടുകൂടി മാതാപിതാക്കൾ അവൻ്റെ മനസ്സിൽ നിന്ന് പുറത്താകും. അവൻ മാതാപിതാക്കളെ വെറുത്തു തുടങ്ങും. അത്തരമൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കരുത് എന്നാണ് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. സ്കൂളിൽ പഠിച്ചോല്, സ്കൂളിൽ നല്ല മാർക്ക് കിട്ടിയവരാണ് ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാവാന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന എഡിസണും ആൽബർട്ട് ഐൻസ്റ്റീനും ഒന്നും ഉണ്ടാവില്ല. അവരെല്ലാം സ്കൂളിൽ മഹാമണ്ഡന്മാരായിരുന്നു. അവർക്ക് വിഷയങ്ങളൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവരുടെ അഭിരുചികൾക്കനുസരിച്ചല്ല പാഠ്യപദ്ധതി തയ്യാറാക്കപ്പെട്ടത് എന്നതാണ് അതിൻ്റെ ഉത്തരം. അഥവാ നിങ്ങളുടെ കുട്ടിക്ക് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ തലച്ചോറിനെ മനസ്സിലാക്കിയവരല്ല ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയതെന്നെങ്കിലും മനസ്സിലാക്കിയാൽ മതി നമ്മൾ. അതിൻ്റെ അർത്ഥം പഠിക്കണ കാര്യം ശ്രദ്ധിക്കേണ്ടെന്നോ എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്നോ അല്ല. പഠിപ്പിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ എല്ലാവരും അതിനോട് ഒരേ രീതിയിൽ പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ആ പ്രതീക്ഷകൾ അടിസ്ഥാനരഹിതമാണ്. ബഹുമാനരായ സഹോദരങ്ങളെ, നമുക്ക് സമയം ഒരുപാടായി, ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതുപോലുള്ള പാരൻറ്റിങ് സെഷനുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ട ശരിയായ അവബോധം സൃഷ്ടിക്കാനാണ്. കാരണം നമ്മുടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അതോടൊപ്പം അള്ളാഹുവിൻ്റെ പരീക്ഷണവുമാണ്. നാളെ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കുവാൻ ഏറ്റവും അനിവാര്യമായൊരു കാര്യം നമ്മുടെ മക്കൾ ശരിയായ രീതിയിൽ വളർന്നു വരലാണ്. സമൂഹത്തിനും രാജ്യത്തിനുമെല്ലാം ഉപകാരപ്പെടുന്ന മക്കളായി അവർ വളരണം. അതിന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവരും നാളെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കണം. ഇവിടെ സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിച്ചതുപോലെ നാളെ അല്ലാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെയും നമ്മളുടെ ഭാര്യമാരുടെയും കൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് വലിയ ശ്രദ്ധ ആവശ്യമുണ്ട്, അതിന് വലിയ അധ്വാനം ആവശ്യമുണ്ട്. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ പരലോക വിജയത്തിനു കൂടി ഉതകുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ, ആ രംഗത്തുള്ള പരിശ്രമങ്ങൾക്ക് നമുക്ക് പുതിയ കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.